Good morning. Okay, already Anjishna, Sharanya, എല്ലാവർക്കും good morning. Okay, എല്ലാവർക്കും good morning. Okay, കുറച്ച് ദിവസത്തേക്ക് ചൊവ്വാഴ്ച ഫസ്റ്റ് അവർ വാർഷിക അവറില് ഞാനായിരിക്കും കയറുന്നുണ്ടാവുക കേട്ടോ. പകരം ബുധനാഴ്ച എന്റെ അവറുണ്ടല്ലോ ഫസ്റ്റ് അവർ അതിന് ചെയ്തു കേട്ടോ. ഓക്കെ, കുറച്ച് ദിവസത്തേക്ക് മാത്രമായിട്ടുള്ളൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഓക്കെ, വേറൊരു ബാച്ചിന് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് പോർഷൻസ് കിട്ടാനുണ്ട്. അപ്പൊ അതിന്റെ ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ് കേട്ടോ. അപ്പൊ ചൊവ്വാഴ്ച ഇന്നത്തെ ശരി വാർഷിക അവറാണ്. അതിൽ ഞാൻ നാളത്തെ എന്റെ അവരിൽ ഡിസ്കസ് ചെയ്തു. കുറച്ച് ദിവസത്തേക്ക് മാത്രമേ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് മെഡിക്കൽ റെക്കോർഡിന്റെ ക്ലിനിക്കൽ ഡാറ്റ വരെയാണ് പറഞ്ഞു തീർത്തത് അല്ലേ? ഓക്കെ, എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞോ? ഭക്ഷണമൊക്കെ കഴിച്ച എല്ലാവരും കഴിച്ചു. മഴ എങ്ങനെയുണ്ട് മഴ? നല്ല മഴയുണ്ടല്ലേ? ഓക്കെ, കുറവുണ്ട്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളം ഇപ്പൊ ഒരു ചിറാപ്പുഞ്ചി പോലെയല്ലേ? ഫുൾ ടൈം മഴയാണ്. ഇപ്പൊ തുടങ്ങിയ മഴയല്ലേ? ഏപ്രിലൊക്കെ നല്ല കുറച്ച് മഴയാണ്. ഇപ്പോഴും അതിങ്ങനെ തീരാണ്ട് നിൽക്കുക. ശരിയല്ലേ ഞാൻ പറഞ്ഞ ചിറാപ്പുഞ്ചി പോലെയല്ലേ ഇപ്പൊ? മിക്കപ്പോഴും മഴയാണ്. ആ, പിന്നെ എനിക്ക് ഞാൻ വിചാരിച്ച സ്കൂളിലൊക്കെ അവധി കിട്ടുമെന്ന് വിചാരിച്ചു. അത്ര മഴയായിരുന്നു. പക്ഷെ അവധിയൊന്നും കിട്ടിയില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ക്ലാസ് തുടങ്ങാം. ഇന്നലെ ദേവികനെ കണ്ടില്ലല്ലോ ക്ലാസ്സില്? ഇന്നലെ ഉണ്ടായിരുന്നില്ലേ? ഇല്ല. ഓക്കെ, ഇത് മോന് വയ്യാതിരിക്കാണോ? ഓക്കെ ഓക്കെ, എന്താണ് പനിയാണോ മോന്? ആ, ഓക്കെ ഓക്കെ, ശരി. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഇടയ്ക്ക് ഉണ്ടാകും അല്ലേ? ശ്രദ്ധിക്കുക കേട്ടോ. ശരി, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ കഴിഞ്ഞ ഓക്കെ, സഞ്ജിനേനൊക്കെ കണ്ടിട്ട് കുറെ ദിവസമായല്ലോ. സഞ്ജിനെ കാണാറില്ലല്ലോ. അപ്പോ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സില് മെഡിക്കൽ റെക്കോർഡ്സിന്റെ പേജ് നമ്പർ ഒന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ ആരെങ്കിലും. ഓക്കെ, ഹോസ്പിറ്റൽ കേസ് ആയിരുന്നു അല്ലേ? ഓക്കെ, അപ്പോ നമ്മള് ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മള് മെഡിക്കൽ റെക്കോർഡുകളുടെ കണ്ടന്റുകളെ പറ്റിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ രണ്ട് കാറ്റഗറി ആയിട്ട് തിരിച്ചുകൊണ്ടാണ് നമ്മൾ കണ്ടന്റുകളെ പരിചയപ്പെടുന്നത്. ഓക്കെ, പറഞ്ഞു, ഒന്ന് ഡാറ്റ റിലേറ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേഷൻ അല്ലെ, അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റകൾ. അത് ഓരോന്ന് നമ്മൾ കണ്ടിരുന്നു അല്ലെ. എന്തൊക്കെയായിരുന്നു? അഡ്മിഷൻ ചാർജ് റെക്കോർഡുകള്, പിന്നെന്തായിരുന്നു അറ്റസ്റ്റേഷൻ സ്റ്റേറ്റ്മെന്റുകള്, പിന്നെ കൺസെന്റ് ഫോം അല്ലെ, സ്പെഷ്യൽ കൺസെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ നമ്മൾ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാല് ക്ലിനിക്കൽ ഡാറ്റയാണ് അല്ലെ. അതിനകത്തൊരു 10-22 ക്ലിനിക്കൽ ഡാറ്റകൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അത് കുറച്ചെണ്ണം നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കണേ. നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് റിക്കവറി റൂം റെക്കോർഡ് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് കേട്ടോ. ക്ലിനിക്കൽ ഡാറ്റയില് ഓക്കെ ആമിന, ഗുഡ് മോർണിംഗ്. അതുപോലെ നമ്മൾ മെഡിക്കൽ ഹിസ്റ്ററി, ഓരോ ക്ലിനിക്കൽ ഡാറ്റകൾ നമ്മൾ കണ്ടു. മെഡിക്കൽ ഹിസ്റ്ററി എന്താണ് ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്? അതുപോലെ ഫിസിക്കൽ എക്സാമിനേഷൻ, ഫിസിഷ്യൻ ഓർഡർ. ഓക്കെ, പ്രീതി ഗുഡ് മോർണിംഗ്. പിന്നെ എന്താണ് പ്രോഗ്രസ് നോട്ട്, പാത്തോളജി റിപ്പോർട്ട്. എന്താണ് ആമിന? ഓക്കെ ആമിന, കുഴപ്പമില്ല, കയറാൻ പറ്റിയില്ല അല്ലെ? കുഴപ്പമില്ല, റെക്കോർഡഡ് ക്ലാസ് കാണാം കേട്ടോ. അപ്പൊ നമ്മൾ പാത്തോളജി റിപ്പോർട്ട് എന്താണ്, റേഡിയോളജി റിപ്പോർട്ട് എന്താണ്, കൺസൾട്ടേഷൻ റിപ്പോർട്ട്, അനസ്തേഷ്യ റിപ്പോർട്ട്, ഓപ്പറേഷൻ റിപ്പോർട്ട്, ദെൻ റിക്കവറി റൂം റെക്കോർഡ്. വരെയാണ് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ക്ലാസ് മിസ് ആയവരൊന്ന് റെക്കോർഡ് ക്ലാസ് കണ്ടാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ റിക്കവറി റൂം റെക്കോർഡ് എന്ന് പറയുമ്പോൾ എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്? ഇത് ഇൻവോൾവ്സ്
complete record from the time the patient leaves the operating room till he reaches the nursing room. അതായത് റിക്കവറി റൂം റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ഒരു പേഷ്യന്റ് അവര് എന്താണ് ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം, അപ്പൊ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ പൊതുവെ ഒരു രോഗിയെ എങ്ങോട്ടേക്ക് നമ്മൾ മാറ്റുക, റിക്കവറി റൂമിലോട്ട് മാറ്റാറുണ്ട് അല്ലെ. അപ്പൊ ഒരു പേഷ്യന്റ് അവരുടെ ഓപ്പറേറ്റിംഗ് റൂം വിടുന്നത് തൊട്ട് അവര് നഴ്സിംഗ് റൂം എത്തുന്നത് വരെയുള്ള കാര്യങ്ങളാണ് ഏതിനകത്ത് നമ്മൾ രേഖപ്പെടുത്തുന്നത്, റിക്കവറി റൂം റെക്കോർഡിനകത്ത് രേഖപ്പെടുത്തുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇന്നലെ പറഞ്ഞതാണ് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് നഴ്സിംഗ് നോട്ട്സ് ആണ് കേട്ടോ. എന്താണ് നഴ്സിംഗ് നോട്ട്സ്? ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ എടുത്ത ക്ലാസ്സിൽ ഉണ്ടായിരുന്നവര് ഇന്നലെ എടുത്ത വരെയുള്ള കാര്യങ്ങൾ വായിച്ചു നോക്കിയോ? നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ നിങ്ങൾക്ക് എടുക്കാൻ? ഇല്ല. ഇതാണ് നഴ്സിംഗ് നോട്ട്സ് കേട്ടോ. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ നഴ്സിംഗ് നോട്ട്സ് എന്ന് പറയുമ്പോൾ ആരായിരിക്കും അത് രേഖപ്പെടുത്തുന്നുണ്ടാവുക? നഴ്സസ് ആയിരിക്കും രേഖപ്പെടുത്തുന്നുണ്ടാവുക അല്ലെ. ഓക്കെ, അവരുടെ ഡോക്യുമെന്റേഷൻ ആണ് അല്ലെ, അവരുടെ റെക്കോർഡാണ് ഇത് നഴ്സിംഗ് നോട്ട്സ് എന്ന് പറയുന്നത്. എന്തൊക്കെയാന്ന് നോക്കാം. ഇറ്റ് ഇൻക്ലൂഡ്സ് the nurse's observations of the patient, care and treatment given to the patient, and the patient's response to the treatment. അപ്പോ നഴ്സിംഗ് നോട്ട്സ് എന്ന് പറയുന്നത് ഒരു പേഷ്യന്റിനെ സംബന്ധിക്കുന്ന നഴ്സസിന്റെ ഒബ്സർവേഷൻസ് ആണ് അല്ലെ. ഒരു പേഷ്യന്റിന് പരിചരണങ്ങൾ കൊടുക്കുന്ന ഒരു നഴ്സിന്റെ ഒബ്സർവേഷൻസ് ആണ് ഏതിനകത്ത് രേഖപ്പെടുത്തുന്നത്, നഴ്സിംഗ് നോട്ട്സിനകത്ത് രേഖപ്പെടുത്തുന്നത്. നോക്കുക, നഴ്സസ് ഒബ്സർവേഷൻ ഓഫ് ദ പേഷ്യന്റ്, കെയർ ആൻഡ് ട്രീറ്റ്മെന്റ് ഗിവൻ ടു ദ പേഷ്യന്റ്. ആ ഒരു പേഷ്യന്റിന് എന്തൊക്കെ പരിചരണങ്ങളാണ്, എന്തൊക്കെ ചികിത്സകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ദ പേഷ്യന്റ്സ് റെസ്പോൺസ് ടു ദ ട്രീറ്റ്മെന്റ്, ഓരോ ട്രീറ്റ്മെന്റിനോടുള്ള പേഷ്യന്റിന്റെ റെസ്പോൺസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഏതിനകത്ത് രേഖപ്പെടുത്തുന്നത്, നഴ്സിംഗ് നോട്ട്സിനകത്ത്. അപ്പൊ ഒരു പേഷ്യന്റിനെ സംബന്ധിക്കുന്ന നഴ്സസിന്റെ ഒബ്സർവേഷൻസും അവർക്ക് കൊടുക്കുന്ന പരിചരണങ്ങള്, ചികിത്സ, ഓരോ ചികിത്സയോടുള്ള പേഷ്യന്റിന്റെ റെസ്പോൺസ് ഏത് രീതിയിലാണ്. പേഷ്യന്റിന്റെ റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പേഷ്യന്റിന്റെ ബോഡി ഓരോ ചികിത്സയോടും ഏത് രീതിയിലാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, അവരുടെ ഹെൽത്ത് കണ്ടീഷൻ ബെറ്റർ ആവുന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏതിനകത്ത് രേഖപ്പെടുത്തുന്നുണ്ട്, നഴ്സിംഗ് രേഖപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, ഞാൻ ചെയ്ത് വെക്കാം. ഓക്കെ, അടുത്തത് എന്താണ്? ഇറ്റ് നരേറ്റ്സ് ദ പേഷ്യന്റ്സ് റിക്വയർമെന്റ്സ്, പ്രോബ്ലംസ്, കേപ്പബിലിറ്റീസ് ആൻഡ് ലിമിറ്റേഷൻസ് ഇൻ റെസ്പെക്ട് ഓഫ് ദ പേഷ്യന്റ് ബിഹേവിയർ. അതുകൂടാതെ എന്താണ് പേഷ്യന്റിന്റെ റിക്വയർമെന്റ്സ്, രോഗിക്ക് എന്തൊക്കെ ആവശ്യകതകളുണ്ട്, അതുപോലെ തന്നെ അവരുടെ പ്രോബ്ലംസുകൾ, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, അതുപോലെ കേപ്പബിലിറ്റീസ് ആൻഡ് ലിമിറ്റേഷൻസ്. ഒരു രോഗിക്ക് സാധിക്കുന്ന, നമുക്കറിയ രോഗാവസ്ഥയിലുള്ളതാണ് അല്ലെ, അവരുടെ ഹെൽത്ത് കണ്ടീഷൻ മോശമായിരിക്കും, എങ്കിലും അവർക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ, കേപ്പബിലിറ്റീസ്, അവർക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, അതുപോലെ അവരുടെ ലിമിറ്റേഷൻ, എന്തൊക്കെ പരിമിതികൾ അവർക്കുണ്ട്, അങ്ങനെയുള്ളതൊക്കെ അതിനകത്ത് രേഖപ്പെടുത്തുക. പേഷ്യന്റ് ബിഹേവിയർ, ഒപ്പം എന്താണ് പേഷ്യന്റിന്റെ ബിഹേവിയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും നമ്മൾ ഏതിനകത്ത് രേഖപ്പെടുത്തുന്നത്, നഴ്സിംഗ് നോട്ട്സിനകത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? അടുത്ത എന്താണെന്ന് വെച്ചാല് ദിസ് ഡോക്യുമെന്റ് ഇൻക്ലൂഡ്സ് statements of nursing measures which has to be taken to facilitate medical care provided. അതായത് this document includes the statements of nursing measures which has to be taken to facilitate the medical care provided. അതുകൂടാതെ നമ്മൾ ഒരു രോഗിക്ക് നൽകുന്ന മെഡിക്കൽ പരിചരണങ്ങളെ ഫെസിലിറ്റേറ്റ് ചെയ്യാനായിട്ട്, അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നഴ്സിംഗ്, എന്തെല്ലാം നഴ്സിംഗ് മെഷേഴ്സുകള് നഴ്സസിന്റെ ഭാഗത്ത് നിന്ന് എന്തെല്ലാം നടപടിക്രമങ്ങൾ അവര് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ എടുത്തിട്ടുണ്ട് എന്നതിനെ പറ്റിയിട്ടുള്ള വിശദാംശങ്ങളും ഏതിനകത്ത് രേഖപ്പെടുത്തുന്നുണ്ട്, നഴ്സിംഗ് നോട്ട്സിനകത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. This document includes the statement of nursing measures which has to be taken to facilitate the medical care provided. നമ്മളൊരു രോഗിക്ക് കൊടുക്കുന്ന മെഡിക്കൽ പരിചരണങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നഴ്സസ് എന്തൊക്കെ പ്രൊസീജിയറുകൾ, എന്തൊക്കെ നടപടിക്രമങ്ങളാണ് അവര് എടുക്കുന്നത് എന്നതിനെ പറ്റി കൃത്യമായിട്ട് ഇതിനകത്ത് രേഖപ്പെടുത്തുന്നുണ്ട്, നഴ്സിംഗ് നോട്ട്സിനകത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, അതിൽ വേറെ ഒന്നും പഠിക്കാനില്ല. നഴ്സിംഗ് നോട്ട് എന്ന് പറഞ്ഞ നഴ്സസിന്റെ ഡോക്യുമെന്റേഷൻ ആണ്.
ഒരു രോഗിയെ പറ്റിയിട്ടുള്ള ഹെൽത്തിന്റെ ഒബ്സർവേഷൻസ് ആണ് അതിനകത്ത് രേഖപ്പെടുത്തുന്നത്. അതായത് ആ രോഗിക്ക് കൊടുക്കുന്ന പരിചരണങ്ങള്, ചികിത്സകള്, ഓരോ ചികിത്സയോടും ആ രോഗിയുടെ റെസ്പോൺസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ രോഗിയുടെ ആവശ്യകതകള്, അവര് നേരിടുന്ന പ്രശ്നങ്ങള്, അല്ലെ, അതുപോലെ അവർക്ക് അവരുടെ കേപ്പബിലിറ്റീസ്, അതായത് ആ രോഗാവസ്ഥയിൽ അവർക്ക് സ്വയം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ട്, അവരുടെ ലിമിറ്റേഷൻസ്, എന്തൊക്കെ പരിമിതികൾ അവർക്കുണ്ട്, ഒപ്പം അവരുടെ ബിഹേവിയറിനെ പറ്റിയിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. പിന്നെ എന്താണ്, ഓരോ രോഗിക്കും കൊടുക്കുന്ന മെഡിക്കൽ പരിചരണങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം നഴ്സിംഗ് നടപടിക്രമങ്ങളാണ് അവർ കൊടുക്കുന്നത് എന്നതും നഴ്സിംഗ് നോട്ടിനകത്ത് രേഖപ്പെടുത്തുന്നു. ക്ലിയറായോ പറഞ്ഞത്? നഴ്സിംഗ് നോട്ട്സ് ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് TPR ചാർട്ട് കേട്ടോ. ഏതാണ് TPR ചാർട്ട്? അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നിങ്ങളോട് ചോദിക്കാം, TPR ചാർട്ടിലെ P stands for R stands for എന്താണ് നമുക്ക് ചോദിച്ചത്, തെറ്റിപ്പോകരുത് കേട്ടോ. TPR ചാർട്ട് എന്ന് പറഞ്ഞാല് the temperature, pulse, respiration and blood pressure measurements are listed in this form. Okay, അപ്പൊ TPR ചാർട്ട് എന്ന് പറഞ്ഞാൽ T എന്താ ഉദ്ദേശിക്കുന്നത്? ടെമ്പറേച്ചർ. P എന്താണ്? പൾസ് ആണ് കേട്ടോ. ഓപ്ഷനിൽ ചിലപ്പോൾ പ്രഷർ ഒക്കെ കാണും. ഓക്കെ, P എന്താണ്? പൾസ് ആണ്. അതെന്ന് പറഞ്ഞാൽ റെസ്പിറേഷൻ. ഓക്കെ, അവരുടെ ശ്വസന നിരക്ക് കേട്ടോ. ഒപ്പം എന്താണ്? ബ്ലഡ് പ്രഷറും ഇതിനകത്ത് ഈ ഒരു ഫോമിനകത്ത് നമ്മൾ രേഖപ്പെടുത്തുന്നു. ഓക്കെ, അടുത്തതാണത് മെഡിക്കേഷൻ ഷീറ്റ്, അല്ലെ? മെഡിക്കേഷൻ ഷീറ്റ് ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ്. നമ്മുടെ രോഗികൾക്ക് കൊടുക്കുന്ന മെഡിസിൻസുമായിട്ട് ബന്ധപ്പെട്ട വിശദാംശങ്ങൾ രേഖപ്പെടുത്തുന്നതാണ് ഇത് മെഡിക്കേഷൻ ഷീറ്റ്, അല്ലെ? ഓക്കെ, അപ്പൊ നോക്കാം. It provides documentation of the medicines given orally, topically, orally കഴിഞ്ഞിട്ടൊരു ഫോം ഉണ്ട് കേട്ടോ. orally, topically, by inhalation and infusion. അതായത് മെഡിക്കേഷൻ ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഒരു രോഗിക്ക് കൊടുക്കുന്ന മരുന്നുകളെ പറ്റിയിട്ടുള്ള എല്ലാ വിവരങ്ങളും അതിനകത്ത് നമ്മൾ രേഖപ്പെടുത്തുന്നു. എങ്ങനെയൊക്കെ കൊടുക്കുന്ന മരുന്നുകളാണ്? ദാറ്റ് ഗിവൻ ഓറലി, അല്ലെ? ഓറലി കൊടുക്കുന്ന മരുന്നുകളുണ്ട്, അല്ലെ? വായിലൂടെ നമ്മൾ കൊടുക്കുന്ന മരുന്നുകളുണ്ട്. അതുകൂടാതെ ടോപ്പിക്കലി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അതായത് നമ്മൾ ബോഡി സർഫസ് വഴിയായിട്ട് നമ്മളിപ്പോ ഓയിൽമെന്റുകളൊക്കെ തേക്കില്ലേ, ഓയിൽമെന്റുകളൊക്കെ നമ്മൾ നേരിട്ട് നമ്മുടെ സ്കിന്നിലാണ് അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ ബോഡി സർഫസസിലൂടെ അപ്ലൈ ചെയ്യുന്ന മെഡിസിൻസ് ഉണ്ട്. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും പാടുകളോ മുറിവുകളോ വന്നാൽ നമുക്ക് ഡോക്ടർ എന്ത് ചെയ്യാറുണ്ട്? ഓയിൽമെന്റ് തരാറുണ്ട്. അത് മെഡിസിൻ ആണ്, അല്ലെ? അത് നമ്മൾ എന്ത് ചെയ്യാം? നമ്മുടെ ബോഡി സർഫസിലൂടെയല്ലേ അപ്ലൈ ചെയ്യുന്നത്. അതാണ് ടോപ്പിക്കലി എന്ന് പറയുന്നത്. ഇനി എവിടെയെങ്കിലും ടോപ്പിക്കലി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം എന്താണ്? അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിസിൻ ടു ദ ബോഡി സർഫസസ് ആണ്. നമ്മുടെ ബോഡി സർഫസിലൂടെ സ്കിന്നിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന മെഡിസിൻസ് ഉണ്ടല്ലോ, ഓയിൽമെന്റുകള്, ക്രീമുകള്, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതാണ് ഇത് ടോപ്പിക്കലി എന്ന് പറയുന്നത് കേട്ടോ. ടോപ്പിക്കലി. പിന്നെന്താണ്? ബൈ ഇൻഹേലേഷൻ. ഇൻഹേലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ശ്വസനത്തിലൂടെ നമ്മൾ നെബുലൈസ് ഒക്കെ ചെയ്യാം, അല്ലെ? നെബുലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻഹേലേഷനിലൂടെയാണ് മെഡിസിൻ എടുക്കുന്നത്, അല്ലെ? നമ്മൾ ഓറലി ടോപ്പിക്കലി അല്ലല്ലോ എടുക്കുന്നത്. നെബുലൈസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ്? ഇൻഹേലേഷനിലൂടെയാണ് നമ്മൾ ആ മെഡിസിൻസ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഇൻഫ്യൂഷൻ. ഇൻഫ്യൂഷൻ എന്താണ്? ത്രൂ IV, അല്ലെ? നമ്മൾ IV ഇൻട്രാവെനസ് നേരിട്ട് നമ്മൾ ഇഞ്ചക്ഷൻ ത്രൂ ആയിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? മെഡിസിൻസ് കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള, അതായത് നമ്മൾ ഓറലി ആയിക്കോട്ടെ ടോപ്പിക്കലി ആയിക്കോട്ടെ ഇൻഹേലേഷനിലൂടെയും ഇൻഫ്യൂഷനിലൂടെയും നമ്മൾ ഒരു രോഗിക്ക് കൊടുക്കുന്ന മെഡിസിൻസിനെ പറ്റിയിട്ടുള്ള എല്ലാ വിശദാംശങ്ങളും ഇതിനകത്ത് രേഖപ്പെടുത്തുന്നുണ്ട്, മെഡിക്കേഷൻ ഷീറ്റിനകത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ഇനി നോക്കാം. The date, type, name of drug, dose and route by which it was given are documented after the drug has administered. അതുകൂടാതെ നമ്മൾ ഈ മരുന്ന് കൊടുത്തതിന് ശേഷം ഏത് ഡേറ്റിൽ എപ്പാണ് ഈ മരുന്ന് കൊടുത്തത്, ആ ഡേറ്റ് ആൻഡ് ടൈം എന്ന് കൊടുത്തു, ഏത് സമയത്താണ് നമ്മൾ കൊടുക്കുന്നത്, നെയിം ഓഫ് ഡ്രഗ്, ആ മരുന്നിന്റെ പേര്, അതുപോലെ തന്നെ ഡോസ്, ആ മരുന്നിന്റെ ഡോസ്, അതുപോലെ തന്നെ റൂട്ട് ബൈ വിച്ച് ഇറ്റ് വാസ് ഗിവൻ, നമ്മൾ ഏത് റൂട്ടിലൂടെയാണ് ആ മരുന്ന് കൊടുക്കുന്നത്. നമുക്ക് തന്നെ പറഞ്ഞില്ല, ഓറലി കൊടുക്കാം, ടോപ്പിക്കലി കൊടുക്കാം, ഇൻഫ്യൂഷനിലൂടെ കൊടുക്കാം, ഇൻഹേലേഷനിലൂടെ ഒക്കെ കൊടുക്കാം. ഏത് രീതിയിലാണ് നമ്മൾ ആ മരുന്നുകൾ രോഗിക്ക് അഡ്മിനിസ്റ്റർ ചെയ്തത്, അങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും ഇതിനകത്ത് രേഖപ്പെടുത്തുന്നുണ്ട്, മെഡിക്കേഷൻ ഷീറ്റിനകത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അടുത്തതാണ് മിസ്സലേനിയസ് റിപ്പോർട്ട്സ്. മിസ്സലേനിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റു പല, അല്ലെ? പല വക എന്നൊക്കെ നമ്മൾ പറയും. മറ്റു പല റിപ്പോർട്ടുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? The specialized care units of the hospital, such as ICU, CCU, etc., are included in this form.
മിസ്സലേനിയസ് റിപ്പോർട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലെ മറ്റു പല സ്പെഷ്യലൈസ്ഡ് കെയർ ഏരിയ ഉണ്ടാവില്ലേ, ICU അങ്ങനെയുള്ള സ്പെഷ്യലൈസ്ഡ് കെയർ ഏരിയയിലൊക്കെ നമ്മൾ ആ പേഷ്യൻസിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിനെ സംബന്ധിക്കുന്ന ഡീറ്റെയിൽസുകളാണ് മിസ്സലേനിയസ് റിപ്പോർട്ട്സിനകത്ത് രേഖപ്പെടുത്തുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ നമുക്കറിയാം ചില പേഷ്യൻസ് ICUയിലുള്ള പേഷ്യൻസുകളൊക്കെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ വെന്റിലേറ്ററിലൊക്കെ ഉള്ള പേഷ്യൻസുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അവിടെ എന്തൊക്കെ ട്രീറ്റ്മെന്റുകളാണ്, പരിചരണങ്ങളാണ് ആ പേഷ്യന്റിന് പ്രൊവൈഡ് ചെയ്യുന്നത്, അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സുകളാണ് ഇതിനകത്ത് രേഖപ്പെടുത്തുന്നത് മിസ്സലേനിയസ് റിപ്പോർട്ട്സിനകത്ത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് വരുന്നതാണ് ഫിസിക്കൽ തെറാപ്പി. ഫിസിക്കൽ തെറാപ്പി എന്ന് പറഞ്ഞാൽ ഫിസിയോതെറാപ്പി തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്താണ് ഫിസിയോതെറാപ്പി? സാധാരണ നമ്മൾ എപ്പോഴാണ് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യാം? എന്തെങ്കിലും അസുഖമോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ആക്സിഡന്റോ ചെറിയ സംഭവിച്ച് നമ്മളുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ഫങ്ഷനിങ് ഒക്കെ മോശമാവുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഒരു പഴയ ഫങ്ഷൻ അല്ലെ, നമ്മുടെ പഴയ ഒരു രീതിയിലോട്ട് നമ്മളെ റിസ്യൂം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പൊതുവെ ഫിസിയോതെറാപ്പി ഒക്കെ ഉപയോഗിക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ഫിസിക്കൽ തെറാപ്പി എന്ന് വെച്ചാൽ ഫിസിയോതെറാപ്പി തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഗീവ്സ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ അസസ്മെന്റ്സ് and the treatments which include the use of exercise, heat, cold, water, electricity, ultrasound, and the physical means to bring back the patient to the useful activity. അതായത് ഒരു പേഷ്യന്റിനെ നമ്മളൊരു പഴയ ഒരു പ്രവർത്തനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പഴയ ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന എക്സസൈസുകൾ, വ്യായാമം ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഹീറ്റ്, കോൾഡ്, വാട്ടർ, ഇലക്ട്രിസിറ്റി, അൾട്രാസൗണ്ട് അങ്ങനെയുള്ള മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ആൻഡ് ഫിസിക്കൽ മീൻസ് അല്ലെ, മറ്റ് ശാരീരിക മാർഗങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു രോഗിയെ പഴയ ഒരു പ്രവർത്തനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ചികിത്സകളുടെയും അസസ്മെന്റ്സുകളുടെയും രേഖപ്പെടുത്തലാണ് ഇതിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഉൾപ്പെടുത്തുന്നത്. മനസ്സിലായോ പറഞ്ഞത്? ഒരു രോഗിയെ പഴയ ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് വ്യായാമങ്ങള്, മറ്റ് ശാരീരികമായിട്ടുള്ള മാർഗങ്ങള്, അൾട്രാസൗണ്ട്, ഹീറ്റ്, കോൾഡ് അങ്ങനെയുള്ള എന്താ പറയുക ഫിസിക്കൽ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ചികിത്സകളുടെ വിശദാംശങ്ങളാണ് ഫിസിയോതെറാപ്പി റിപ്പോർട്ടിനകത്ത് ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, അടുത്തതാണ് എന്ത്? സോഷ്യൽ സർവീസ് ഡാറ്റ. സോഷ്യൽ സർവീസ് ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് മസ്റ്റ് കൺസിസ്റ്റ് ഓഫ് ബാക്ക്ഗ്രൗണ്ട്, social information and programs identified by the patient, his family and the social worker. അതായത് ഒരു രോഗിയായിക്കോട്ടെ, ആ രോഗിയുടെ കുടുംബാംഗങ്ങള് അവര് നേരിടുന്ന പല സാമൂഹികമായിട്ടുള്ള പല വെല്ലുവിളികൾ ഉണ്ടായിരിക്കും അല്ലെ, അവരുടെ സാമൂഹിക പശ്ചാത്തലം അല്ലെങ്കിൽ അവര് സാമൂഹികമായിട്ട് നേരിടുന്ന ചില പ്രശ്നങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സോഷ്യൽ സർവീസ് ഡാറ്റയ്ക്കകത്ത് രേഖപ്പെടുത്തുന്നത്. ഓക്കെ, ക്ലിയറായി പറഞ്ഞത്? അതായത് ഒരു രോഗിയും അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളും ചിലപ്പോ ഒരു അവരുടെ സാമൂഹിക പശ്ചാത്തലം അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നും അവർ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടോ, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സോഷ്യൽ സർവീസ് ഡാറ്റയ്ക്കകത്ത് രേഖപ്പെടുത്തുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? ഡിസ്ചാർജ് സമ്മറി. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മൾ ഓൾറെഡി ഇതിന്റെ ഈ ചാപ്റ്ററിന്റെ തന്നെ തുടക്കം പഠിച്ചതാണ് അല്ലെ. ഡിസ്ചാർജ് സമ്മറിയെ പറ്റി പഠിച്ചതാണ്. എന്താണ്? ഇറ്റ് ഈസ് എ brief recapitulation of the patient's course in the hospital. Recapitulation എന്ന് പറഞ്ഞാൽ എന്താണ്? പുനരാവിഷ്കാരം എന്നുള്ള അർത്ഥം കേട്ടോ. It is a brief recapitulation of the patient's course in the hospital. അതായത് ഒരു ഹോസ്പിറ്റലില് പേഷ്യന്റിന്റെ ആ ഒരു പരിചരണം അല്ലെ, അതിന്റെ ഒരു പുനരാവിഷ്കാരം എന്ന് പറഞ്ഞാല് ആ ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്നത് തൊട്ട് ഡിസ്ചാർജ് ചെയ്യുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളുടെയും ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു സമ്മറിയാണ് ഡിസ്ചാർജ് സമ്മറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു ഡിസ്ചാർജ് സമ്മറിക്കകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുന്നത്? അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചതാണ് കേട്ടോ, പഠിച്ചതാണ്. It involves the reason for hospitalization. അല്ലെ, എന്തുകൊണ്ടാണ് അവരെ ഹോസ്പിറ്റലൈസ് ചെയ്തത്, അതിന്റെ കാരണങ്ങൾ. അതുപോലെ തന്നെ സിഗ്നിഫിക്കന്റ് ഫൈൻഡിങ്സ് ഉണ്ട്, എക്സാമിനേഷൻസ്. ഓക്കെ, അതിനെ കറക്റ്റ് ആണ്, പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് എന്നും അല്ലെ. പിന്നെന്താണ്? സിഗ്നിഫിക്കന്റ് ഫൈൻഡിങ്സ് ഫ്രം എക്സാമിനേഷൻസ്, പ്രൊസീജിയേഴ്സ് അല്ലെ. അപ്പൊ നമ്മള് പറയുന്ന ട്രീറ്റ്മെന്റ് അല്ല, ഇൻവെസ്റ്റിഗേഷൻസ്, മറ്റു പല പ്രൊസീജിയേഴ്സിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, രോഗിയുടെ അസുഖത്തെ പറ്റിയിട്ട് ഉള്ള സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കണ്ടെത്തലുകള്,
അതുപോലെ തെറാപ്പീസ് ഗിവൺ, തെറാപ്പി മീൻസ് ട്രീറ്റ്മെന്റ് ആണ്, ട്രീറ്റ്മെന്റുകളാണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് റെസ്പോൺസ്, ഓരോ ട്രീറ്റ്മെന്റിനോടുള്ള പേഷ്യന്റിന്റെ റെസ്പോൺസ് എന്തായിരിക്കും, ദാറ്റ് മീൻസ് അവരുടെ കണ്ടീഷൻ ബെറ്റർ ആയോ, കൂടുതൽ വേഴ്സർ ആയോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തും അല്ലെ. പിന്നെ കണ്ടീഷൻ അറ്റ് ദ ടൈം ഓഫ് ഡിസ്ചാർജ്, ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് രോഗിയുടെ കണ്ടീഷൻ എന്താണ്. അതുപോലെ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡഡ് റിഗാർഡിംഗ് മെഡിക്കേഷൻസ്, ഫിസിക്കൽ ആക്ടിവിറ്റീസ്, ഡയറ്റ് ആൻഡ് ഫോളോ കെയർ. അതുകൂടാതെ അവർക്ക് ഡിസ്ചാർജിന് ശേഷം അവർ കഴിക്കേണ്ട മരുന്നുകളെ പറ്റിയിട്ട്, അല്ലെങ്കിൽ അവര് ചെയ്യേണ്ട ഫിസിക്കൽ ആക്ടിവിറ്റീസ് അല്ലെ, ശാരീരികമായിട്ടുള്ള വ്യായാമങ്ങള്, അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള ഡയറ്റ് അല്ലെ, പിന്നീട് അവരുടെ ഫോളോ കെയർ, അതിനെ പറ്റിയിട്ട് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങള്, അങ്ങനെ എല്ലാ വിധങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. ഡിസ്ചാർജ് സമയത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, എല്ലാം ഉണ്ടാവും. അതായത് അമിന പറഞ്ഞ പോലെ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും, എന്തുകൊണ്ട് അവർ ഹോസ്പിറ്റലൈസ് ചെയ്തു, അതുപോലെ അവരുടെ പ്രൊസീജിയേഴ്സിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ഡയഗ്നോസിസും കാര്യങ്ങളും, എന്തൊക്കെ ചികിത്സകൾ അവർക്ക് കൊടുത്തു, ഓരോ ചികിത്സയോടും പേഷ്യന്റിന്റെ റെസ്പോൺസ് എന്തായിരുന്നു, ഡിസ്ചാർജ് സമയത്ത് പേഷ്യന്റിന്റെ കണ്ടീഷൻ എന്തായിരുന്നു, പിന്നെ ഡിസ്ചാർജിന് ശേഷം നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന രോഗിക്ക് ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും അല്ലെ, അവരുടെ മരുന്നുകളെ പറ്റി, അല്ലെങ്കിൽ അവര് ശാരീരികമായിട്ട് എന്തെങ്കിലും വ്യായാമങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതിനെ പറ്റി കൊടുക്കുന്ന നിർദ്ദേശങ്ങള്, അവർ ഫോളോ ചെയ്യേണ്ട ഡയറ്റ് പ്ലാനിനെ പറ്റി, അങ്ങനെയുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഉൾപ്പെടെ ഇതിനകത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. ഡിസ്ചാർജ് സമയത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. ക്ലിയർ ആയോ പറഞ്ഞത്? ഇത്രയും നമ്മൾ പഠിച്ചത് ക്ലിനിക്കൽ ഡാറ്റയാണ് കേട്ടോ. ഓക്കെ, അത്രയേ ഉള്ളൂ. കണ്ടന്റ് പഠിച്ചു കഴിഞ്ഞു നമ്മൾ കേട്ടോ. അപ്പൊ മെഡിക്കൽ റെക്കോർഡിൽ ഉൾപ്പെടുത്തുന്ന കണ്ടന്റുകളാണ് നമ്മൾ കണ്ടത്. രണ്ട് കാറ്റഗറി ആയിട്ട് തിരിച്ചാണ് നമ്മൾ അത് പഠിച്ചത്. ഒന്ന് ഡാറ്റ റിലേറ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേഷൻ, അഡ്മിനിസ്ട്രേഷൻ വിഭാഗം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള കുറെ ഡാറ്റകൾ ഇതിനകത്ത് കണ്ടന്റ് ആയിട്ട് വരുന്നുണ്ട്, മെഡിക്കൽ റെക്കോർഡിനകത്ത് വരുന്നത്. അതുകൂടാതെ ക്ലിനിക്കൽ ഡാറ്റ. ഓക്കെ, ക്ലിയർ ആണോ നിങ്ങൾക്ക്? അങ്ങനെയാണെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, നിങ്ങൾക്ക് അതിന് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രമിച്ചു നോക്കാം. ഓക്കെ, ചോദിക്കാം. ഇൻ TPR ചാർട്ട് the P stands for, എന്താണെന്നൊന്ന് പറയോ? ഇൻ TPR ചാർട്ട് the P stands for പൾസ്. ഓക്കെ, വെരി ഗുഡ്. അതുപോലെ ക്വസ്റ്റ്യൻ വരാം കേട്ടോ. T എന്താണ്? ടെമ്പറേച്ചർ. R എന്താണ്? റെസ്പിറേഷൻ. ഓക്കെ, ഇനി ഞാൻ ചോദിക്കുന്നത് വേറൊരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ക്ലിനിക്കൽ ഡാറ്റ, ശ്രദ്ധിച്ച് കേൾക്കാം കേട്ടോ, നമ്മൾ പഠിച്ചത് മുഴുവൻ ക്ലിനിക്കൽ ഡാറ്റയാണ്. സോ വിച്ച് ക്ലിനിക്കൽ ഡാറ്റ that physician uses to establish a preliminary provisional diagnosis. ശ്രദ്ധിക്കേട്ടോ, വിച്ച് ക്ലിനിക്കൽ ഡാറ്റ that uses physician to establish a preliminary provisional diagnosis. ചോദ്യം എന്താണ്? ഏത് ക്ലിനിക്കൽ ഡാറ്റയാണ് ഒരു ഡോക്ടർ ഉപയോഗപ്പെടുത്തുന്നത് ഇതിന് വേണ്ടിയിട്ട് ഒരു രോഗത്തെ പറ്റിയിട്ടുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള താൽക്കാലിക രോഗനിർണയം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഫിസിഷ്യൻ ഉപയോഗിക്കുന്ന ക്ലിനിക്കൽ ഡാറ്റ ഏതാണ്? നമ്മൾ 22 ക്ലിനിക്കൽ ഡാറ്റ പഠിച്ചതിൽ ഏത് ക്ലിനിക്കൽ ഡാറ്റയാണ് ഒരു എന്താണ്? ശരണ്യ പറഞ്ഞതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഉത്തരം മെഡിക്കൽ ഹിസ്റ്ററിയാണ് കേട്ടോ. ഫിസിഷ്യൻ പ്രോഗ്രസ് നോട്ട് അല്ല, മെഡിക്കൽ ഹിസ്റ്ററിയാണ് അല്ലെ. മെഡിക്കൽ ഹിസ്റ്ററി ആണ് എന്ത്? നമ്മൾ പ്രത്യേകം ഓർക്കാം. മെഡിക്കൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഒരു രോഗിയുടെ രോഗത്തെ പറ്റിയിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള പ്രിലിമിനറി പ്രൊവിഷണൽ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു രോഗിയുടെ രോഗത്തെ പറ്റിയിട്ട് പ്രാഥമികമായ താൽക്കാലിക രോഗനിർണയം നടത്താൻ സഹായിക്കുന്ന ക്ലിനിക്കൽ ഡാറ്റ ഏതാ? അത് മെഡിക്കൽ ഹിസ്റ്ററി. അതേസമയം നമുക്ക് ഒരു രോഗത്തെ പറ്റിയിട്ടുള്ള ഒരു കൺഫർമേഷൻ ലഭിക്കുന്നത് ഫിസിക്കൽ എക്സാമിനേഷനിലൂടെയാണ് അല്ലെ. അങ്ങനെയല്ലേ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഓക്കെ, അപ്പൊ വേണമെങ്കിൽ നമ്മളോട് ചോദിക്കാം, വിച്ച് ക്ലിനിക്കൽ ഡാറ്റ പ്രൊവൈഡ്സ് ബേസ് ലൈൻ ഡാറ്റ അബൌട്ട് ദ പേഷ്യന്റ് to help the physician in deciding a diagnosis. ഏത് ക്ലിനിക്കൽ ഡാറ്റയാണ്? ഏത് ക്ലിനിക്കൽ ഡാറ്റയാണ്? ഫിസിക്കൽ എക്സാമിനേഷൻ. ഇതാണ് ഫിസിക്കൽ എക്സാമിനേഷൻ. ഞാൻ ഈ ചോദ്യങ്ങൾ പറയുന്നത് വേറൊന്നുകൊണ്ടല്ല, ഈ രീതിയിലാണ് ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻസുകൾ വരിക. ഓക്കെ, അത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ ആ ഭാഗങ്ങള് പഠിക്കാനായിട്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസുകൾ നിങ്ങളോട് ചോദിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഡാഷ് ഇൻക്ലൂഡ്സ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് diagnosis and procedures. Dash includes the statement of diagnosis and procedures. എന്താണ്? അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റിപ്പോർട്ട്. ചിലപ്പോൾ എടുത്ത് ചോദിക്കുക വിച്ച് ക്ലിനിക്കൽ ഡാറ്റ എന്നാണ് ചോദിക്കുക. ക്ലിനിക്കൽ ഡാറ്റ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ 10-22 എണ്ണം പഠിച്ചിട്ടുണ്ട്. അതിൽ ഒരുപാടുണ്ട് അല്ലെ. മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ട്, ഫിസിക്കൽ എക്സാമിനേഷൻ ഉണ്ട്, ഫിസിഷ്യൻ ഓർഡർ ഉണ്ട്. അതിനൊക്കെ നേരിട്ട് ചോദിക്കാം.
ഓക്കെ, ഏത് ക്ലിനിക്കൽ ഡാറ്റയാണ്? അപ്പൊ നമ്മൾ 2 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ക്ലിനിക്കൽ ഡാറ്റ 22 എണ്ണം പഠിച്ചിട്ടുണ്ട്. ആ 22 എണ്ണത്തിൽ ഏതാണ് എന്നുള്ളതാണ് നിങ്ങൾ നോട്ട് ചെയ്യുന്നത്. ഓക്കെ, അവിടെ നിന്ന് ചോദ്യം വന്നാൽ നിങ്ങൾ ആൻസർ ചെയ്യൂലേ? ക്ലിയർ അല്ലേ എത്രയും ഭാഗങ്ങള്? ഈ പറഞ്ഞ ക്ലിനിക്കൽ ഡാറ്റകൾ നമ്മൾ പഠിച്ച ഓരോന്നും ഇമ്പോർട്ടന്റ് ആണ്. അത് വായിക്കുമ്പോൾ സെന്റൻസുകളൊക്കെ നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കി വായിച്ചു പോകണം കേട്ടോ. നമ്മൾ ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് തന്നെ കൺഫ്യൂഷൻ വരും. ഏത് ക്ലിനിക്കൽ ഡാറ്റയാണ്? ഡിസിഷൻ ഓർഡർ ആണോ, കൺസൾട്ടേഷൻ റിപ്പോർട്ട് ആണോ, അല്ലെങ്കിൽ പാത്തോളജി റിപ്പോർട്ട് ആണോ? അങ്ങനെ ഒരു കൺഫ്യൂഷൻ നമുക്ക് വരും. ഓക്കെ, അപ്പൊ അതില്ലാത്ത രീതിയിൽ പഠിക്കാം. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് അസംബ്ലിംഗ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് ഫോംസ്. അതത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമല്ല, ജസ്റ്റ് നമുക്കൊന്ന് വായിച്ചു പോകുന്ന കാര്യങ്ങൾ. അതിൽ വേറെ ക്വസ്റ്റ്യൻസുകളൊന്നും അങ്ങനെ വന്ന് കണ്ടിട്ടില്ല. അസംബ്ലിംഗ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് ഫോംസ്. നമ്മളിപ്പോ ഇത്രയും ക്ലാസ്സുകളിലായിട്ട് മെഡിക്കൽ റെക്കോർഡുകളെ പറ്റിയിട്ട് അതിന്റെ പോളിസി പ്രൊസീജിയർ, മെഡിക്കൽ റെക്കോർഡിൽ ഉൾപ്പെടുത്തേണ്ട കണ്ടന്റുകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്കറിയേണ്ടത് ഈ മെഡിക്കൽ റെക്കോർഡിൽ ഈ പറയുന്ന ഫോമുകൾ അല്ലെ, ഇതൊക്കെ ഏത് രീതിയിലാണ് നമ്മൾ അസംബിൾ ചെയ്യുന്നത്, ഏത് രീതിയിലാണ് മെഡിക്കൽ റെക്കോർഡിനായിട്ട് നമ്മളത് അറേഞ്ച് ചെയ്യുന്നത് അല്ലെ. ഈ പറയുന്ന ഫോമുകൾ അറേഞ്ച് ചെയ്യുന്നതിന് ഒരു രീതിയുണ്ട്. എല്ലാം കൂടെ ഒരുമിച്ച് തോന്നിയ രീതിയിലല്ല മെഡിക്കൽ റെക്കോർഡിനകത്ത് നമ്മൾ അസംബിൾ ചെയ്യുന്നത്. അതിന് അതിൻ്റെതായ ഒരു അറേഞ്ച്മെന്റ് ഉണ്ട് അല്ലെ. ആ അറേഞ്ച്മെന്റിനെ പറ്റിയിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അസംബ്ലിംഗ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് ഫോംസ്. നോക്കുക, ദ അറേഞ്ച്മെന്റ് ഓഫ് ഫോംസ് വിത്ത് ദ ഫോൾഡർ ഈസ് ആസ് ഫോളോസ്. അപ്പൊ നമ്മള് പൊതുവെ നമുക്കറിയാം, നമ്മൾ തുടക്കം വെച്ചിരുന്നു മെഡിക്കൽ റെക്കോർഡുകൾ നമുക്കൊന്നെങ്കിൽ ഇലക്ട്രോണിക്കലി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം അല്ലെ. അതുകൂടാതെ നമുക്ക് ഫയലുകളായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പൊ പൊതുവെ നമ്മള് ഒരു ഇലക്ട്രോണിക് സിസ്റ്റത്തിലൂടെയാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ പല പല ഫോൾഡറുകളിലായിട്ടായിരിക്കും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഒരു പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ് എടുക്കുമ്പോൾ അതിനകത്ത് തന്നെ പല പല ഫോൾഡറുകളിലായിട്ടായിരിക്കും നമ്മൾ അവരുടെ വിവരങ്ങൾ സൂക്ഷിച്ചു വെക്കാം. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യാൻ സൗകര്യം. അപ്പോഴല്ലേ നമുക്ക് ഒരു പെർട്ടിക്കുലർ ഡാറ്റ പെട്ടെന്ന് എടുക്കാൻ നമുക്ക് ഫോൾഡറിലാക്കി വെക്കുന്ന ഈസി ആയിട്ട് നമുക്ക് ഇഷ്ടമാവും. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ആ അറേഞ്ച്മെന്റ് എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കാം. ഔട്ട് പേഷ്യന്റ്, കറസ്പോണ്ടൻസ്, ഇൻവെസ്റ്റിഗേഷൻസ്, ഇൻപേഷ്യന്റ്, ഈ രീതിയിലാണ് നമ്മൾ അസംബിൾ ചെയ്ത് വെക്കുന്നത്. അതാണ് ഔട്ട് പേഷ്യന്റ്, പിന്നെ കറസ്പോണ്ടൻസ്, പിന്നെന്താണ് ഇൻവെസ്റ്റിഗേഷൻസ്, ഇൻപേഷ്യന്റ്. ഈ ഒരു രീതിയിലാണ് നമ്മൾ മെഡിക്കൽ റെക്കോർഡിന്റെ ഫോമുകളെ എന്ത് ചെയ്യുന്നത്, അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. ഇനി ഓരോന്നും നോക്കാം. ഔട്ട് പേഷ്യന്റ്. ഔട്ട് പേഷ്യന്റ് എന്ന് പറയുമ്പോൾ ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് എന്ത് കാര്യങ്ങളായിരിക്കും ഉൾപ്പെടുത്തുന്നുണ്ടാവാം? ഇറ്റ് കണ്ടെയ്ൻസ് ഔട്ട് പേഷ്യന്റ് ഫോം. ഔട്ട് പേഷ്യന്റ് ഫോമുകൾ ഉണ്ടായിരിക്കും. ആൻഡ് ഔട്ട് പേഷ്യന്റ് ഫോളോ അപ്പ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. അതോടൊപ്പം തന്നെ ഔട്ട് പേഷ്യന്റിന്റെ ഫോളോ അപ്പ് അല്ലെ, ഔട്ട് പേഷ്യന്റ് ആയിട്ട് വരുന്ന ആളുകളുടെ വിവരങ്ങൾ അതും ഇൻ ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? കൃത്യമായിട്ടുള്ള കാലക്രമത്തിൽ, അതായത് ഇതിന്റെ ടൈം ആൻഡ് ഡേറ്റ് അല്ലെ, ടൈമും ഡേറ്റും അനുസരിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ക്രോണോളജിക്കൽ ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഔട്ട് പേഷ്യന്റ് ഫോൾഡറിനകത്ത് ഈ പറയുന്ന ഔട്ട് പേഷ്യന്റ് ഫോമുകളും ഔട്ട് പേഷ്യന്റ് ഫോളോ അപ്പുകളും സൂക്ഷിച്ചു വെക്കുന്നു. അപ്പൊ ഇതൊന്നും അറിഞ്ഞിരിക്കുക. ഡാഷ് കണ്ടെയ്ൻസ് ഔട്ട് പേഷ്യന്റ് ഫോം ആൻഡ് ഔട്ട് പേഷ്യന്റ് ഫോളോ അപ്പ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. അതർ ഫോംസ് ആർ അറ്റാച്ച്ഡ് ആസ് റിപ്പോർട്ട്. അതിനോടനുബന്ധിച്ച മറ്റുള്ള ഫോമുകളും നമ്മൾ അവിടെ അറ്റാച്ച് ചെയ്ത് വെക്കുന്നുണ്ട്. ഔട്ട് പേഷ്യന്റ് ഫോൾഡർ എന്ന് പറയുന്നത് എന്താ? ഔട്ട് പേഷ്യന്റ് ഫോമുകൾ ഉണ്ടായിരിക്കും, ഔട്ട് പേഷ്യന്റ് ഫോളോ അപ്സ് ഉണ്ടായിരിക്കും. അത് എന്ത് ഓർഡറിലാണ്? ക്രോണോളജിക്കൽ ഓർഡർ, കൃത്യമായിട്ടുള്ള കാലക്രമത്തില് എന്ന് പറഞ്ഞാൽ ബൈ ഡേറ്റ് അനുസരിച്ച്. ഓക്കെ, അടുത്തതാണ് എന്ത്? കറസ്പോണ്ടൻസ്. കറസ്പോണ്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇടപാടുകൾ എന്നുള്ള അർത്ഥമാണ് അല്ലെ. ഇടപാടുകൾ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ. അതായത് ഹോസ്പിറ്റലിൽ രോഗികൾ തിരിച്ച് ഹോസ്പിറ്റലുകളായിട്ട്, ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളും ഹോസ്പിറ്റലുകളും തമ്മിൽ അങ്ങനെ പരസ്പരം എന്തുണ്ട്? ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് അല്ലെ, ഇടപാടുകൾ നടക്കുന്നുണ്ട്. ആ കറസ്പോണ്ടൻസ് രീതികളാണ് അവിടെ വരുന്നത്. ഓക്കെ, കറസ്പോണ്ടൻസ് എന്ന് വെച്ചാൽ ഇടപാടുകൾ. എങ്ങനെയൊക്കെ നമ്മൾ ഇടപാട് മീൻസ് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. എങ്ങനെയൊക്കെ നമുക്കുണ്ട്? നമ്മൾ ലെറ്റേഴ്സിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്, മെയിൽ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്, അതല്ലാണ്ട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്, ഫീഡ്ബാക്ക് ഫോംസുകൾ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. ഇതൊക്കെ പല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ മെത്തേഡുകളാണ് അല്ലെ. അത് തന്നെയാണ് കറസ്പോണ്ടൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ കറസ്പോണ്ടൻസ് ഫോൾഡറിനകത്ത് എന്തൊക്കെ ഫോമുകൾ ഉണ്ടായിരിക്കും നോക്കി. അത് കാണാൻ ഒന്ന് ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ റെഫറൽ ലെറ്റർ ഫോം, അഡ്മിഷൻ റിക്വസ്റ്റ് ഫോം, കൺസൾട്ടേഷൻ ഫോം, കൺസെന്റ് ടു ആൻഡ് ഇൻവെസ്റ്റിഗേഷൻസ്, പ്രീ ഓപ്പറേറ്റീവ് ചെക്ക് ലിസ്റ്റ് ബിഫോർ ഓപ്പറേഷൻ, നോട്ടിഫിക്കേഷൻ ഓഫ് സ്റ്റിൽബർത്ത് ഫോം, ഹെൽത്ത് നോട്ടിഫിക്കേഷൻ, മെഡിക്കൽ റിപ്പോർട്ട്, ഇൻഫെക്ഷൻ കൺട്രോൾ ഫോം, ഇൻസിഡന്റ് റിപ്പോർട്ട്, ഇങ്ങനെയുള്ള ഫോമുകളൊക്കെയാണ് നമ്മൾ കറസ്പോണ്ടൻസിനകത്ത് ഉൾപ്പെടുത്തുന്നത്.
അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ലാത്ത അത് അറിഞ്ഞിരിക്കാൻ വേണ്ടി നിങ്ങളൊരു ഈ ഒരു അറേഞ്ച്മെന്റ് അറിഞ്ഞിരിക്കുക ഏത് രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്യുന്നത്. ഔട്ട് പേഷ്യന്റ്, കറസ്പോണ്ടൻസ്, ഇൻവെസ്റ്റിഗേഷൻസ്, ഇൻപേഷ്യന്റ് ആ ഒരു രീതിയിലാണ് നമ്മൾ അതിനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് കേട്ടോ. അപ്പൊ ഓരോ ഫോൾഡറിനകത്തും എന്തൊക്കെ ഫോമുകളാണ് അവരെ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് മാത്രമാണ് ഒരുപാടുണ്ടത്. ഓക്കെ, അടുത്തതാണ് ഇൻവെസ്റ്റിഗേഷൻസ് അല്ലെ. മൂന്നാമത്തെ ഫോൾഡർ ഇൻവെസ്റ്റിഗേഷൻസ് ആണ്. ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് പറയുമ്പോൾ കൂടുതലും എങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും? നമ്മൾ ഈ പറയുന്ന ലാബിന്റെ റിപ്പോർട്ടുകൾ അല്ലെ, റേഡിയോളജി റിപ്പോർട്ടുകൾ, പാത്തോളജി റിപ്പോർട്ടുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇൻവെസ്റ്റിഗേഷൻസ് ഫോൾഡറിനകത്ത് എന്താണ് സ്റ്റോർ ചെയ്യുന്നത് അല്ലെ. ഓക്കെ, നമുക്ക് നോക്കാം. ഇറ്റ് കണ്ടെയ്ൻസ് laboratory mount sheets in which all laboratory reports are arranged with the chronological order. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ ഡയഗ്നോസ്റ്റിക്സ് ആണ്. റേഡിയോളജി ആയിട്ടും ലബോറട്ടറി ആയിട്ടൊക്കെ നമ്മൾ നടത്തുന്ന ചില ഇൻവെസ്റ്റിഗേഷൻസ് അതും ഇങ്ങനെയാണ് ക്രോണോളജിക്കൽ ഓർഡർ. ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞാൽ കാലക്രമം കൃത്യമായിട്ട് ഡേറ്റ് അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫോമുകൾ അതിനകത്ത് അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, എന്തൊക്കെയാണ്? എക്സ്റേ മൗണ്ട് ഷീറ്റ്സ് വിത്ത് ഓൾ റേഡിയോളജി റിപ്പോർട്ട്സ് മൗണ്ടഡ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. ആദ്യം നമ്മൾ ഉപയോഗിക്കുന്നത് എക്സ്റേ മൗണ്ട് ഷീറ്റ് ആണ്. എക്സ്റേ മൗണ്ട് ഷീറ്റ്സ് വിത്ത് ഓൾ റേഡിയോളജി റിപ്പോർട്ട്സ് മൗണ്ടഡ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. എല്ലാ റേഡിയോളജി റിപ്പോർട്ടും, റേഡിയോളജി എന്ന് പറയുന്നത് എല്ലാം വരുന്നുണ്ട് അല്ലെ. എക്സ്റേ വരുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ് ECG, EEG അല്ലെ, സ്കാനിങ്ങുകൾ ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അതെല്ലാം നമ്മൾ ക്രോണോളജിക്കൽ ഓർഡറിലാണ് എന്ത് ചെയ്യുന്നത്, അറേഞ്ച് ചെയ്യുന്നത്. ആ ഒരു ഓർഡർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സാധാരണ ECG, അതുപോലെ തന്നെ EEG അല്ലെ. ECG അറിയാലോ, ഇലക്ട്രോ കാർഡിയോഗ്രാം ആണ് കേട്ടോ. നമ്മുടെ ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി റെക്കോർഡ് ചെയ്യുന്നതാണ് ECG. EEG എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോ എൻസെഫലോഗ്രാം ആണ് കേട്ടോ. ഇലക്ട്രോ എൻസെഫാലോ, സെഫാലോ എന്ന വാക്ക് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. അപ്പൊ നമ്മുടെ തലച്ചോറിന്റെ എന്താ പറയുക ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി റെക്കോർഡ് ചെയ്യുന്നതിനാണ് EEG ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇത് നിങ്ങൾ മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് കേട്ടോ EEG. പിന്നെന്താണ്? അൾട്രാസൗണ്ട് എക്സാമിനേഷൻ ഫോർട്ട് ആൻഡ് എനി അതർ ഡയഗ്നോസ്റ്റിക് ഇൻവെസ്റ്റിഗേഷൻ ഫോർട്ട് വിച്ച് ആർ കെപ്റ്റ് ഇൻ ദ ഫോളോയിങ് ഓർഡർ. ഏത് ഓർഡറിലാണെന്ന് അറിയോ? സൂക്ഷിക്കുക. ആദ്യം ലാബിന്റെ റിപ്പോർട്ടുകൾ, അതായത് നമ്മൾ ഈ ബ്ലഡ് ടെസ്റ്റുകളും മറ്റൊക്കെ ചെയ്യുമല്ലോ. അപ്പൊ ലാബ് റിപ്പോർട്ടുകളാണ് ആദ്യം പൊതുവെ നമ്മൾ വെക്കാറ്. പിന്നെ എക്സ്റേ ആണെങ്കിൽ പിന്നെ വരുന്നത് എക്സ്റേ വരുന്നുണ്ട്. പിന്നെ ECG, EEG, അൾട്രാസൗണ്ട് ആ ഒരു രീതിയിലാണ് അറേഞ്ച് ചെയ്ത് വെക്കുന്നത് കേട്ടോ. അപ്പൊ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ ഓർക്കാം അതിന് എന്താണ് റേഡിയോളജി ലാബ് റിപ്പോർട്ടുകളാണ്. അപ്പൊ ഒരു പ്രത്യേക ഓർഡറിലാണ് നമ്മൾ അവിടെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. ലാബ് റിപ്പോർട്ടുകൾ വെച്ച് പിന്നെ എക്സ്റേ, ECG, EEG, അൾട്രാസൗണ്ട് ആ ഒരു രീതിയിലാണ് നമ്മൾ അവിടെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തത് എന്താണ്? ഫോൾഡർ ഇൻപേഷ്യന്റ് അല്ലെ. ഇൻപേഷ്യന്റ് ഫോൾഡർ എന്ന് പറയുമ്പോൾ ഒരു ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്ന ഒരു രോഗിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിനകത്ത് വരുന്നുണ്ട് അല്ലെ. Okay, it contains admission and discharge sheet, history and physical examination record, progress order, physician order, anesthesia record, operation record, recovery record, labor record, diabetic record, resuscitation record, അതുപോലെ growth chart record, paramedical service record, nurses notes, observation charts, medication record, fluid balance chart, intake output and vital sign record, and discharge summaries. ഇതെല്ലാം വരുന്നുണ്ട്. ഓക്കെ, പിന്നെ എങ്ങനെയാണ് ഈ പറയുന്ന ഫോമുകൾ അറേഞ്ച് ചെയ്യുന്നതെന്ന് അറിയാമോ? വിത്ത് ദ മോസ്റ്റ് റിമോട്ട് അഡ്മിഷൻ ഫയൽഡ് ഓൺ ദ ബോട്ടം. ഓക്കെ, ഇതാണ് വിത്ത് മോസ്റ്റ് റിമോട്ട് അഡ്മിഷൻ ഫയൽഡ് ഓൺ ദ ബോട്ടം. മോസ്റ്റ് റിമോട്ട് അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും പഴയ റിപ്പോർട്ടുകൾ എവിടെയായിരിക്കും? ഫയൽഡ് ഓൺ ദ ബോട്ടം, താഴെയായിട്ടും. ആൻഡ് ദ മോസ്റ്റ് റീസെന്റ് അഡ്മിഷൻ ഫയൽഡ് ഓൺ ദ ടോപ്പ്. അതായത് ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള അഡ്മിഷൻസ്, റീസെന്റ് ആയിട്ടുള്ള ഫോമുകൾ നമ്മൾ ടോപ്പിലായിട്ടാണ് അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഏറ്റവും പഴയ റെക്കോർഡുകൾ ഉണ്ടാവില്ല, പഴയ ഫോമുകളൊക്കെ ഏറ്റവും താഴ്ഭാഗത്തും, അതേസമയം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന റിപ്പോർട്ടുകളെല്ലാം ടോപ്പിലായിട്ടായിരിക്കും നമ്മൾ ഫയൽ ചെയ്ത് സൂക്ഷിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഇത് മനസ്സിലാക്കാനുള്ള കാര്യത്തിലേ ഉള്ളൂ. മെഡിക്കൽ റെക്കോർഡ്സിനകത്ത് നമ്മൾ ഈ പഠിച്ച ഫോമുകളൊക്കെ ഏത് രീതിയിലാണ് അസംബിൾ ചെയ്ത് അറേഞ്ച് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു അറേഞ്ച്മെന്റിന് ഒരു ഓർഡർ ഉണ്ട്. അതായത് ആദ്യം ഔട്ട് പേഷ്യന്റ്, പിന്നെ കറസ്പോണ്ടൻസ്, പിന്നെ ഇൻവെസ്റ്റിഗേഷൻസ്, ഇൻപേഷ്യന്റ്, ഇങ്ങനെയാണ് പല പലതരത്തിലുള്ള ഒരു ഫോൾഡറുകളിലായിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഔട്ട് പേഷ്യന്റ് ഫോൾഡർ എന്ന് പറയുന്നത് അതിനകത്ത് ഔട്ട് പേഷ്യന്റ് ഫോമുകൾ ഉണ്ടായിരിക്കും. ഔട്ട് പേഷ്യന്റ് ഫോളോ അപ്പ് വിവരങ്ങളൊക്കെയാണ് അതിനകത്ത് ഉൾപ്പെടുത്തുന്നത്. കറസ്പോണ്ടൻസ് എന്ന് പറയുന്നത് ഇടപാടുകളാണ്, അതായത് കമ്മ്യൂണിക്കേഷൻ മെത്തേഡുകളാണ്. അതുകൊണ്ടാണ് റെഫർ ലെറ്റർ ഫോമുകൾ, ലെറ്റർ ഇതിലൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ടുകളാണ്. ഈ ലാബിന്റെ
റേഡിയോളജി, പാത്തോളജി റിപ്പോർട്ടുകളൊക്കെയാണ്. അവിടെ അത് അറേഞ്ച് ചെയ്യുന്നതിന്റെ ഒരു ഓർഡർ ഉണ്ട്. ആദ്യം ലാബ് റിപ്പോർട്ട്, പിന്നെ എക്സ്റേ, പിന്നെ ECG, EEG, പിന്നെ അൾട്രാസൗണ്ട്, ആ ഒരു രീതിയിലാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇൻപേഷ്യന്റ് എന്ന് പറയുമ്പോഴും ഇതുപോലെ ഒരുപാട് ഫോംസുകൾ അതിനകത്ത് വരുന്നുണ്ട്. പക്ഷെ അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പഴയ ഫോമുകൾ എപ്പോഴും പഴുതട്ട ഫോമുകൾ താഴെയായിട്ടും ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോമുകൾ ടോപ്പിക് തരത്തക്ക രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, അറേഞ്ച് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, മനസ്സിലായല്ലോ? ക്ലിയറായില്ലേ എത്രയും ഭാഗങ്ങള്? ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുന്ന മെഡിക്കൽ റെക്കോർഡുമായിട്ട് ബന്ധപ്പെട്ട പോളിസികൾ, പ്രൊസീജിയറുകള്, കണ്ടന്റുകള്, അല്ലെ, അങ്ങനെ കുറെ കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ പഠിച്ചു. പിന്നെ അതിനെങ്ങനെയാണ് അറേഞ്ച്മെന്റ്സ്. അപ്പൊ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങള് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി പറയാൻ പോകുന്ന ഭാഗങ്ങള്, അതായത് ഇനി വരുന്ന ഒന്ന് രണ്ട് പേജുകള് മെഡിക്കൽ റെക്കോർഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ വരുന്ന ഭാഗങ്ങളാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്തിരിക്കും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫയലിംഗ് മെത്തേഡ് ആണ് കേട്ടോ. ഫയലിംഗ് മെത്തേഡ്സ് ആൻഡ് സ്റ്റോറേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. ഇത്രയൊക്കെ കഴിയും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്, മെഡിക്കൽ റെക്കോർഡുകൾ എങ്ങനെയാണ് ഫയൽ ചെയ്ത് വെക്കുന്നത്, അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡുകൾ ഏത് രീതിയിലാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഫയലിംഗ് മെത്തേഡ്സ് ആൻഡ് സ്റ്റോറേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. ഓക്കെ, അപ്പോ ഇവിടെ പറയുന്നത് റെക്കോർഡ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം. നമ്മൾ എങ്ങനെയാണ് മെഡിക്കൽ റെക്കോർഡുകൾ നമ്പർ ചെയ്യുന്നത്, ഏത് രീതിയിലാണ് അത് ഫയൽ ചെയ്യുന്നത് കേട്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ നോക്കുക, there are several types of numbering and filing system. പല രീതിയിലുള്ള നമ്പറിംഗ് ഫയലിംഗ് സിസ്റ്റംസ് ഉണ്ട്. അപ്പൊ പ്രധാനമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 5 ടൈപ്പ് ഓഫ് ഫയലിംഗ് സിസ്റ്റം. എത്ര ടൈപ്പാണ്? 5 ടൈപ്പ്. ഒന്ന്, സീരിയൽ നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം. എന്താണ് സീരിയൽ നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം? രണ്ടാമത്തത് യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം. തേർഡ് വൺ സ്ട്രേറ്റ് ന്യൂമറിക് ഫയലിംഗ്. ഫോർത്ത് വൺ ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ്. ഫിഫ്ത്ത് വൺ മിഡിൽ ഡിജിറ്റ് ഫയലിംഗ്. ഓക്കെ, കിട്ടിയോ? ഇതൊക്കെയാണ് 5 ടൈപ്പ് ഓഫ് ഫയലിംഗ് ആണുള്ളത്. ഫയലിംഗ് ആൻഡ് നമ്പറിംഗ് സിസ്റ്റംസ് ആണ് പഠിക്കാനായിട്ടുള്ളത്. ഇതൊക്കെയാണ് ഫസ്റ്റ് വൺ സീരിയൽ നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം, സെക്കൻഡ് വൺ യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം, തേർഡ് വൺ സ്ട്രേറ്റ് ന്യൂമറിക് ഫയലിംഗ്, ഫോർത്ത് വൺ ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് ആൻഡ് ഫിഫ്ത്ത് വൺ മിഡിൽ ഡിജിറ്റ് ഫയലിംഗ്. ഇനി ഈ പറയുന്ന 5 ഫയലിംഗ് സിസ്റ്റം, നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റത്തിനെ പറ്റിയിട്ട് ഓരോന്നിനും അതിൻ്റെതായ ചില പ്രത്യേകതകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഇവിടെ നിങ്ങൾ ഓരോന്നിന്റെ പ്രത്യേകതകൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് അതിന്റെ പ്രത്യേകത തന്നിട്ട് ഇത് ഏത് ടൈപ്പ് ഓഫ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം ആണെന്നാണ് ചോദിക്കാം. ഓക്കെ, ആ ക്യാരക്ടറിസ്റ്റിക്സ് തരും. എന്നിട്ട് ചോദിക്കും നിങ്ങളോട് ഇത് ഏത് ടൈപ്പ് ഓഫ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം ആണ് ചോദിക്കുക. ഈ പറയുന്ന 5 എണ്ണത്തിനും 5 എണ്ണത്തിൻ്റെതായ സവിശേഷത, എല്ലാത്തിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യത്തെ നമുക്ക് നോക്കാം സീരിയൽ നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം. എന്താണ് സീരിയൽ നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം? എന്താണ് അതിന്റെ പ്രത്യേകത? ഓരോ പോയിന്റ് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. സീരിയൽ നമ്പറിംഗ് ഫയലിംഗ് സിസ്റ്റത്തില് ഇൻ സീരിയൽ നമ്പറിംഗ് the patient is given a new number for each occasion of treatment by a health care facility. അതൊന്നും അണ്ടർലൈൻ ചെയ്തിരിക്കുക. എന്താണ് പറയുന്നത്? ഒരു സീരിയൽ നമ്പറിംഗ് ഫയലിംഗ് സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആശുപത്രിയിലെ രോഗിയുടെ സന്ദർശനത്തിന്റെ ഓരോ സന്ദർഭത്തിലും അവർക്ക് എന്ത് കൊടുക്കാന് ഒരു പുതിയ നമ്പർ അവർക്ക് കൊടുക്കണം. ശരിക്കും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഓരോ പ്രാവശ്യം വരുമ്പോഴും പുതിയ നമ്പർ കൊടുക്കണം. ശരിക്കും ബുദ്ധിമുട്ടുള്ള. അപ്പൊ ഒരു പേഷ്യന്റ് എന്നൊരു എത്ര പ്രാവശ്യം വരുന്നുണ്ട് അതിനനുസരിച്ച് പുതിയ നമ്പറും കൊടുക്കും. ഓരോ നമ്പറിനനുസരിച്ച് ഓരോ മെഡിക്കൽ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ പറഞ്ഞ ഒരു പേഷ്യന്റിന് തന്നെ മൾട്ടിപ്പിൾ റെക്കോർഡ്സ് ഒക്കെ വരുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെന്ന് അറിയാം. അപ്പൊ ഇങ്ങനെ നമ്പറിംഗ് സിസ്റ്റം ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, പല ടൈപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ സീരിയൽ നമ്പറിംഗില് the patient is given a new number for each occasion of treatment by a healthcare facility. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്. അതായത് നമ്മുടെ ആശുപത്രിയിലെ രോഗിയുടെ ചികിത്സയിലെ ഓരോ സന്ദർഭത്തിലും അവർക്കൊരു പുതിയ നമ്പർ കൊടുക്കുകയാണ്. ഓക്കെ, ഇനി എന്താണ് 3 different numbers are allotted if a patient is registered 3 times. ഒരു പേഷ്യന്റ് 3 തവണ അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 3 നമ്പറുകൾ അവർക്ക് അലോട്ട് ചെയ്ത് കൊടുക്കും. ഇന്ന് പോകുന്നു, ഇന്നൊരു നമ്പർ കിട്ടുന്നു. ഇനി ഒരു 2 മാസം കഴിഞ്ഞിട്ട് വീട്ടിൽ നമ്മൾ ആ ഹോസ്പിറ്റലിലോട്ട് പോകുമ്പോൾ രണ്ടാമത് നമുക്കൊരു നമ്പർ കിട്ടും. അങ്ങനെ 3 പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിൽ 3 തവണ അവർക്ക് പുതിയ നമ്പർ അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നോക്കാം
all numbers allotted to a patient are recorded in the master patient index. നമ്മൾ തുടക്കം പഠിച്ചിരുന്നു പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് PMI എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ പേഷ്യന്റിന് കൊടുക്കുന്ന എല്ലാ നമ്പേഴ്സും അവരുടെ പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്, because a new number is provided for each occasion of service, a new medical record is also developed. അതായത് ഇതില് ഈ പറയുന്ന ഓരോ സിറ്റുവേഷനിലും പോകുന്ന ഓരോ സമയത്തും ഓരോ നമ്പർ കൊടുക്കുന്നുണ്ട്, ഓരോ പുതിയ നമ്പർ കൊടുക്കും. അപ്പൊ ഓരോ നമ്പറിനനുസരിച്ച് കൊണ്ട് മെഡിക്കൽ റെക്കോർഡുകളും അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇന്ന് പോയി ഇന്നൊരു മെഡിക്കൽ ഒരു എന്താ പറയാ നമ്പർ കൊടുക്കുന്ന ആ നമ്പറിനെ ബേസ് ചെയ്തിട്ട് ഒരു മെഡിക്കൽ റെക്കോർഡ് ഉണ്ടാകും. ഇനി 2 മാസം കഴിഞ്ഞ് വീണ്ടും അതേ ഹോസ്പിറ്റലിൽ പോകുന്ന വീണ്ടും ഒരു പുതിയ നമ്പർ കിട്ടും. ആ നമ്പറിനെ ബേസ് ചെയ്തുകൊണ്ട് മറ്റൊരു മെഡിക്കൽ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ ഒരു പേഷ്യന്റിന് തന്നെ എത്ര മെഡിക്കൽ റെക്കോർഡുകൾ വരും അല്ലെ. അപ്പൊ ആ ഒരു രീതിയാണ് ഇത് കേട്ടോ. Because a new number is provided for each occasion of service, a new medical record is also developed. ഇനി നോക്കാം, the patient records are filed in as many places in the file as the number of times the patient has received care under facility. എന്ന് പറഞ്ഞാല് രോഗിക്ക് എത്ര തവണ പരിചരണം ലഭിച്ചു, എത്ര തവണ സേവനങ്ങൾ ലഭിച്ചു എന്നതിനനുസരിച്ച് കൊണ്ടാണ് അവിടെ മെഡിക്കൽ റെക്കോർഡിൽ ഫയൽ ചെയ്ത് വെക്കുന്നത്. ക്ലിയർ ആയോ? അതായത് ഒരു രോഗിക്ക് എത്ര തവണ പരിചരണം, കാരണം ഓരോ തവണ പോകുമ്പോഴും ഓരോ നമ്പർ കൊടുക്കുകയാണ്, ഓരോ തവണ പോകുമ്പോഴും ഓരോ പുതിയ നമ്പർ കൊടുക്കും. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു മെഡിക്കൽ റെക്കോർഡും ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു പേഷ്യന്റിന് തന്നെയാണ് ആ ഒരു പേഷ്യന്റ് എത്ര പ്രാവശ്യം ആ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടോ അത്രയും മെഡിക്കൽ റെക്കോർഡുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അല്ലെ. അതാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ ആ മെഡിക്കൽ റെക്കോർഡിന്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തറിയാൻ പറ്റും, ആ രോഗി എത്ര തവണ അവരുടെ പരിചരണത്തിനായിട്ട് വന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതാണ് നേരെ തിരിച്ചവിടെ പറഞ്ഞത്. അതായത് ഒരു രോഗിക്ക് എത്ര തവണ പരിചരണം ലഭിച്ചു, എത്ര തവണ അവർക്ക് സേവനങ്ങൾ ലഭിച്ചു എന്നതിനനുസരിച്ച് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഉള്ള റെക്കോർഡുകൾ ഫയൽ ചെയ്ത് സൂക്ഷിക്കുന്നത്. ക്ലിയറായോ പറഞ്ഞത്? അതാണ് സീരിയൽ നമ്പറിംഗ്. ഓർത്തു വെക്കാം, സീരിയൽ നമ്പറിംഗ് ഫയലിംഗ് സിസ്റ്റത്തിൽ എന്താണ്, ആശുപത്രിയിലെ രോഗിയുടെ ചികിത്സയുടെ ഓരോ സന്ദർഭത്തിലും അവർക്ക് ഒരു പുതിയ നമ്പർ അലോക്കേറ്റ് ചെയ്ത് കൊടുത്താണ്. ഒരു രോഗി 3 തവണ പോയിട്ടുണ്ടെങ്കിൽ 3 പുതിയ നമ്പറുകൾ അവർക്ക് കൊടുത്തിട്ടുണ്ടാവും. ഇനി അവർക്ക് കൊടുക്കുന്ന എല്ലാ നമ്പറുകളും അവരുടെ പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സിനകത്ത് രേഖപ്പെടുത്തും. പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് ഒക്കെ നമ്മൾ തുടക്കം പഠിച്ചതാണ് കേട്ടോ. ഒരു രോഗിയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കുന്നതാണ് പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ്. അപ്പൊ അതിനകത്ത് രോഗിക്ക് ഓരോ തവണ കൊടുക്കുന്ന നമ്പറുകൾ അതിനകത്ത് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. പിന്നെ ഓരോ മെഡിക്കൽ നമ്പർ കൊടുക്കുന്നതിനനുസരിച്ച് ഓരോ മെഡിക്കൽ റെക്കോർഡുകൾ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ രോഗിക്ക് എത്ര തവണ പരിചരണം ലഭിച്ചു, എത്ര തവണ സേവനങ്ങൾ ലഭിച്ചു എന്നതിനനുസരിച്ച് കൊണ്ടാണ് അവിടെ റെക്കോർഡുകൾ ഫയൽ ചെയ്ത് സൂക്ഷിക്കുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ ഈ ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്തിരിക്കും. അപ്പൊ നിങ്ങളോട് ഇതിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടിട്ട് ഇത് ഏത് ടൈപ്പ് ഓഫ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയണം സീരിയൽ നമ്പറിംഗ് സിസ്റ്റം ആണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, അവിടെ ഓർത്ത് വെക്കാട്ടോ. അതായത് എത്ര തവണ നമ്പർ ഓഫ് ടൈംസ് ആണ്, എത്ര തവണ പരിചരണം ലഭിച്ചു എന്നതിനനുസരിച്ച് കൊണ്ടാണ് സീരിയൽ നമ്പറിംഗ് സിസ്റ്റത്തിന് റെക്കോർഡുകൾ ഫയൽ ചെയ്ത് സൂക്ഷിക്കും. ഓക്കെ, അടുത്തത് അത് ശരിക്കും കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഫയലിംഗ് സിസ്റ്റം ആണ് അല്ലെ. കാര്യം ഒരു രോഗിക്ക് തന്നെ ഒന്നിലേറെ മെഡിക്കൽ റെക്കോർഡുകൾ വരും. ഒന്ന് ആലോചിച്ച് ഒരു ഹോസ്പിറ്റലിൽ എത്രയോ പേഷ്യൻസ് വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഒരു പേഷ്യന്റിന് തന്നെ ഒരുപാട് റെക്കോർഡുകൾ വരുമ്പോൾ ഒരുപാട് പേഷ്യൻസ് വരുമ്പോൾ എന്തുമാത്രം മെഡിക്കൽ റെക്കോർഡ്സുകൾ വരും, അത് കണ്ടുപിടിക്കാനൊക്കെ എത്ര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഒരിക്കലും അത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഓക്കെ, എങ്കിലും അങ്ങനെയുള്ളൊരു നമ്പറിംഗ് സിസ്റ്റം ഉണ്ടെന്ന് പക്ഷെ അത് പ്രാക്ടിക്കലി വളരെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അടുത്തതാണ് ഇത് രണ്ടാമത്തത് യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ്. ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് എന്ന് പറയുന്നത്. യൂണിറ്റ് നമ്പറിംഗ് എന്താ, ഒറ്റ നമ്പർ ഉണ്ടായിരിക്കുള്ളൂ, ഒറ്റ നമ്പറും ഒറ്റ മെഡിക്കൽ റെക്കോർഡും അങ്ങനെ രീതിയിൽ ഫയൽ ചെയ്ത് വെക്കുന്നു. അതാണ് അത്രയും വേണ്ട പ്രത്യേകത കേട്ടോ യൂണിറ്റ് നമ്പറിംഗ്. നോക്കുക, ഹിയർ ദ പേഷ്യന്റ് ഈസ് അലോക്കേറ്റഡ്. സാധാരണ നമ്മുടെ ഇപ്പൊ ഹോസ്പിറ്റൽ നമ്മൾക്ക് നിലവിൽ ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ചെയ്യുന്ന എന്താ, അത് യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം ആണ്. നമുക്ക് ഒറ്റൊരു നമ്പർ ഇപ്പൊ നമ്മൾ ആദ്യം തന്നെ ഹോസ്പിറ്റലിൽ പോകുന്ന നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന നമുക്കൊരു UHID നമ്പർ കിട്ടും അല്ല. ആ ഒരു പെർട്ടിക്കുലർ ഹോസ്പിറ്റലിൽ നമ്മൾ പോകുന്നു, നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു UHID നമ്പർ കിട്ടും. ആ നമ്പർ വെച്ചിട്ട് നമ്മുടെ ഒരു മെഡിക്കൽ റെക്കോർഡ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. പിന്നീട് നമ്മൾ എത്ര തവണ ആ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അതേ UHID തന്നെയാണ്, അതേ മെഡിക്കൽ റെക്കോർഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്.
അതായത് പലതവണ പോകുന്നതിനനുസരിച്ച് നേരത്തെ പറഞ്ഞ പോലെ ഓരോരോ പുതിയ നമ്പർ തരുന്നുണ്ടോ? ഇല്ല. അതാണ് കേട്ടോ യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം. Here the patient is allocated a number on the first admission or visit, which is retained for all subsequent admissions and treatments. Clear ആയോ? അതായത് ഇവിടെ രോഗിക്ക് അവരുടെ ചികിത്സയിൽ അവരുടെ അഡ്മിഷന്റെ ഫസ്റ്റ് ടൈമിലോ അല്ലെങ്കിൽ അവരുടെ വിസിറ്റിംഗിന്റെ ഫസ്റ്റ് ടൈമിലോ അവർക്ക് ഒരു പുതിയ നമ്പർ കൊടുക്കുകയാണ്. ആ ഒരു നമ്പർ തന്നെയാണ് പിന്നീടുള്ള രോഗിയുടെ ചികിത്സയിലുടനീളം അവര് ഉപയോഗപ്പെടുത്തുന്നത്. ഒറ്റ നമ്പറേ ഉള്ളൂ, യൂണിറ്റ് നമ്പറിംഗ് കേട്ടോ. ഓക്കെ, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിരിക്കാം. ഇനി എന്താണ് യൂണിറ്റ് നമ്പറിംഗ് പ്രൊവൈഡ്സ് എ സിംഗിൾ റെക്കോർഡ് കേട്ടോ. യൂണിറ്റ് നമ്പറിംഗ് പ്രൊവൈഡ്സ് എ സിംഗിൾ റെക്കോർഡ് which is an composite of all data gathered on a given patient, regardless of the number or types of services provided. അതായത് ഒരു യൂണിറ്റ് നമ്പറിംഗ് സിസ്റ്റത്തിനകത്ത് ഒറ്റ മെഡിക്കൽ റെക്കോർഡേ ഉണ്ടാവുള്ളൂ, ഒരു സിംഗിൾ റെക്കോർഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഒരു റെക്കോർഡിലെ ആ രോഗിയെ പറ്റിയിട്ടുള്ള എല്ലാ വിവരങ്ങളും ആ ഒരു സിംഗിൾ റെക്കോർഡിനകത്തായിരിക്കും ഉണ്ടായിരിക്കാം. അവിടെ എന്ത് പരിഗണിക്കുന്നില്ല? റിഗാർഡ്ലെസ് ഓഫ് ദ നമ്പർ ഓഫ് ടൈപ്സ് ഓഫ് സർവീസസ്. നേരത്തെ പറഞ്ഞ പോലെ എത്ര തവണ പരിചരണം ലഭിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എത്ര തവണ അവര് സേവനങ്ങൾ എടുത്തിട്ടുണ്ടോ എന്നതിന്റെ എണ്ണത്തിന് അവിടെ നോക്കുന്നുണ്ടോ? അതിന്റെ എണ്ണത്തിന് അവിടെ നോക്കുന്നില്ല. അത് നേരത്തെയാണ്, സീരിയൽ നമ്പറിങ്ങിലാണ് ആ ഒരു രീതി. അപ്പൊ അതിനെ പരിഗണിക്കാതെ ഒരു രോഗിക്ക് ഒരൊറ്റ നമ്പർ കൊടുക്കുന്നു, അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒറ്റ സിംഗിൾ റെക്കോർഡേ ഉണ്ടാവുള്ളൂ. ആ റെക്കോർഡിനകത്ത് ആ രോഗിയുടെ എല്ലാ വിവരങ്ങളും. എന്നിട്ടോ the patient's total medical record is thus filed as a unit in one folder under one number. അങ്ങനെ ഒരു പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ് ഒറ്റ യൂണിറ്റ് ആയിട്ട് ഒറ്റ റെക്കോർഡായിട്ട് ഒരു ഫോൾഡറിനകത്ത് എന്ത് ചെയ്ത് വെക്കുകയാണ്? ഫയൽ ചെയ്ത് വെക്കുകയാണ്. ക്ലിയർ ആയോ? The patient's total medical record is thus filed as a unit in one folder under one number. അല്ലെ, അതൊരു രോഗിയുടെ ഒരു റെക്കോർഡ്, ഒറ്റ റെക്കോർഡ്, അതൊരു ഒറ്റ യൂണിറ്റ് ആയിട്ട് ഒറ്റ ഫോൾഡറിൽ ഒരു നമ്പറിന്റെ കീഴിൽ എന്ത് ചെയ്ത് വെക്കുന്നു? ഫയൽ ചെയ്ത് വെക്കും. അതാണ് ഏറ്റവും പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം ആണ് യൂണിറ്റ് നമ്പറിംഗ് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സ്ട്രെയിറ്റ് ന്യൂമറിക് ഫയലിംഗ് ആണ് കേട്ടോ. ഇതാണ് സ്ട്രെയിറ്റ് ന്യൂമറിക് ഫയലിംഗ്. സ്ട്രെയിറ്റ് ന്യൂമറിക് ഫയലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ഓർക്കേണ്ട പോയിന്റ് ഇത്ര മാത്രമേ ഉള്ളൂ. മെഡിക്കൽ റെക്കോർഡ് നമ്പർ അനുസരിച്ച് കേട്ടോ. അവിടെ എന്താണ്? മെഡിക്കൽ റെക്കോർഡ് നമ്പർ അനുസരിച്ച് കൊണ്ട് നമ്മൾ കൃത്യമായിട്ടുള്ള ക്രോണോളജിക്കൽ ഓർഡറിൽ മെഡിക്കൽ റെക്കോർഡിൽ ഫയൽ ചെയ്ത് വെക്കും. ഓക്കെ, എല്ലാത്തിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് അല്ലെ. അപ്പൊ സ്ട്രെയിറ്റ് ന്യൂമറിക് ഫയലിംഗ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, അവിടെ ഒരു ഹോസ്പിറ്റലിൽ ധാരാളം പേഷ്യൻസ് വരുന്നുണ്ട്, അവർക്ക് എല്ലാവർക്കും മെഡിക്കൽ റെക്കോർഡ് ഉണ്ടായിരിക്കും അല്ലെ. ഓക്കെ, ആ ഒരു മെഡിക്കൽ റെക്കോർഡ് നമ്പറിനനുസരിച്ച് കൃത്യമായിട്ടുള്ള കാലക്രമത്തില് എന്ത് ചെയ്തിരിക്കണം? ഫയൽ ചെയ്ത് സൂക്ഷിക്കണം. അതായത് മെഡിക്കൽ റെക്കോർഡ് നമ്പറിന്റെ ക്രോണോളജിക്കൽ ഓർഡറിൽ എന്ത് ചെയ്തിരിക്കുന്നു? ഫയൽ ചെയ്ത് സൂക്ഷിക്കും. അതാണ് എന്ത്? സ്ട്രെയിറ്റ് ന്യൂമറിക് ഫയലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് വായിക്കാം. സ്ട്രെയിറ്റ് ന്യൂമറിക് മീൻസ് to the filing of records in accurate chronological order as per to the medical record number. Underline ചെയ്തിരിക്കുക കേട്ടോ. മെഡിക്കൽ റെക്കോർഡ് നമ്പറിനനുസരിച്ച് കൃത്യമായിട്ടുള്ള ക്രോണോളജിക്കൽ ഓർഡറിൽ റെക്കോർഡുകൾ എന്ത് ചെയ്ത് വെക്കുകയാണ്? ഫയൽ ചെയ്ത് സൂക്ഷിക്കുക. ഓക്കെ, അപ്പോ അത് മനസ്സിലാക്കാനായിട്ട് ഒരു ചെറിയൊരു എക്സാമ്പിൾ പോലെ അവിടെ കൊടുത്തിട്ടുണ്ട്. Here the records consecutively numbered appear in sequence of the file shows. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? തുടർച്ചയായിട്ട് അക്കമിട്ടിരിക്കുന്ന റെക്കോർഡ്സുകൾ ഉണ്ടല്ലോ. അങ്ങനെയുള്ള റെക്കോർഡ്സുകള് ഒരു ഫയൽ ഷെൽഫിൽ നമുക്ക് ഒരുമിച്ച് കാണാനായിട്ട് സാധിക്കും. മെഡിക്കൽ റെക്കോർഡ് നമ്പറിന്റെ ഓർഡറിലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ഫയൽ ഷെൽഫ് എടുത്തു കഴിഞ്ഞാൽ അത് തുടർച്ചയായിട്ട് നമ്പർ ചെയ്തിരിക്കുന്ന മെഡിക്കൽ റെക്കോർഡ്സ് നമുക്ക് ഒരു ഫയൽ ഷെൽഫില് നമുക്ക് ഒരുമിച്ച് കാണാനായിട്ട് സാധിക്കും. എക്സാമ്പിൾ നോക്കുക. The following 4 medical records would be filed. ഒരു 4 ഫയലുകളുടെ തന്നേക്കാണ് കേട്ടോ. നോക്കുക. 1 2 3 4 1 2, പിന്നെ 1 2 3 4 1 3, 1 2 3 4 1 4, 1 2 3 4 1 5. കണ്ടോ? മെഡിക്കൽ റെക്കോർഡ് നമ്പറിന്റെ ആ ക്രോണോളജിക്കൽ ഓർഡർ 1 2 3 4 1 2, 1 2 3 4 1 3, then 1 2 3 4 1 4, 1 2 3 4 1 5, എക്സെട്ര. അങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പൊ ആ മെഡിക്കൽ റെക്കോർഡ് നമ്പറിനനുസരിച്ച് കൊണ്ട് കൃത്യമായിട്ടുള്ള ക്രോണോളജിക്കൽ ഓർഡറിലാണ് നമ്മുടെ എന്ത് ചെയ്ത് വെച്ചിരിക്കുന്നത്? റെക്കോർഡിൽ ഫയൽ ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ കോൺസിക്യൂട്ടീവ് ആയിട്ട് തുടർച്ചയായിട്ട് നമ്പർ ചെയ്തിരിക്കുന്ന ഫയലുകൾ ഒറ്റ ഷെൽഫിൽ നമുക്ക് ഒരുമിച്ച് കാണാനായിട്ട് സാധിക്കും. ഓക്കെ,
അപ്പൊ അങ്ങനെ വെക്കുമ്പോഴത്തെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് it is easy to pull any number of records consecutively numbered from the file for any purpose. അപ്പൊ നമുക്ക് ഇങ്ങനെ കോൺസിക്യൂട്ടീവ് ആയിട്ട് തുടർച്ചയായിട്ട് നമ്പർ ചെയ്തിരിക്കുന്ന ഫയൽ ഷെൽഫുകളിൽ നിന്ന് എത്ര എണ്ണം ഫയലുകൾ വേണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. ഈസി ആയിട്ട് എടുക്കാനും പറ്റും, ഈസി ആയിട്ട് തിരിച്ചു വെക്കാനും പറ്റും. അത് തുടർച്ചയായിട്ട് നമ്പർ ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് എടുക്കാൻ എളുപ്പമുണ്ട്, വെക്കാനും നമുക്ക് എളുപ്പമുണ്ട്. ഓക്കെ, ക്ലിയർ ആയി പറഞ്ഞത്? അതാണ് ഇത് സ്ട്രെയിറ്റ് ന്യൂമറിക് ഫയലിംഗ്. ഓക്കെ ആണോ? സ്ട്രെയിറ്റ് ന്യൂമറിക് ഫയലിംഗിന്റെ പ്രത്യേകത എന്താണ്? മെഡിക്കൽ റെക്കോർഡ് നമ്പറിനനുസരിച്ച് കൃത്യമായിട്ടുള്ള ക്രോണോളജിക്കൽ ഓർഡറിലാണ് നമ്മുടെ റെക്കോർഡുകൾ ഫയൽ ചെയ്യുന്നത്. അടുത്തതാണ് കേട്ടോ, നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഫയലിംഗ് ആണ് ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ്. ഇതാണ് ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ്. അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നോക്കാം, ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് ഇസ് സിമ്പിൾ ആൻഡ് എക്സാക്ട് ഫയലിംഗ് മെത്തേഡ്. ഈ ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ളതും വളരെ എക്സാക്ട് ആയിട്ടുള്ള ഒരു ഫയലിംഗ് മെത്തേഡ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കാം. യൂഷ്വലി എ 6-digit number is used and divided with a hyphen into 3 parts. Each part generally containing 2 digits. നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ ഒന്ന് ശ്രദ്ധിക്കുക. എക്സാമ്പിൾ നോക്കുക. ആദ്യത്തെ എക്സാമ്പിൾ എഴുതുക. 1, 2, 3, 4, 5, 6 എന്ന് പറയുന്ന ആ ഒരു റെക്കോർഡ് എടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ കാര്യം എന്താ? യൂഷ്വലി 6-digit നമ്പർ യൂസ്ഡ്. ഇതൊരു 6-digit നമ്പർ അല്ലേ? ശരിയല്ലേ? 6 ഡിജിറ്റ് നമ്പർ ആണ് അല്ലെ? ഓക്കെ, 6-digit നമ്പർ ദാറ്റ് ഈസ് ഡിവൈഡഡ് വിത്ത് എ ഹൈഫൺ. കണ്ടോ, നമ്മൾ അതിനെ 2 പാർട്ടുകളായിട്ട് പാർട്ടാക്കി തിരിച്ചേക്കണം. ഹൈഫൺ കണ്ടോ, 2 ഡിജിറ്റ് കഴിഞ്ഞ് ഒരു ഹൈഫൺ, അടുത്ത 2 ഡിജിറ്റ് കഴിഞ്ഞ് ഒരു ഹൈഫൺ, അങ്ങനെ 2 ഹൈഫൺ ഉപയോഗിച്ച് അതിനെ ഡിവൈഡ് ചെയ്ത് അല്ലെ എത്ര പാർട്ടാക്കിയിട്ട് 3 പാർട്ട്. കണ്ടോ, ഇതൊരു പാർട്ട്, ഇത് രണ്ടാമത്തെ പാർട്ട്, ഇത് മൂന്നാമത്തെ പാർട്ട്. അങ്ങനെ നമ്മൾ ഹൈഫൺ വെച്ച് 3 പാർട്ടാക്കി മാറ്റിയിരിക്കും. ഇനി എന്താണ്? ഈച്ച് പാർട്ട് ജനറലി കണ്ടെയ്നിങ് 2 ഡിജിറ്റ്. ഓരോ പാർട്ടിലും എത്ര ഡിജിറ്റുകൾ വീതമുണ്ട്? 2 ഡിജിറ്റ് വീതം. ഈ പാർട്ടിൽ 2 ഡിജിറ്റ് ഉണ്ട്, ഇതിനകത്ത് 2 അക്കങ്ങളുണ്ട്, ഇതിനകത്ത്. ഓക്കെ, ഇതാണ് എന്ത്? ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ്. ഓക്കെ, ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് ഇതാണ്. ഇനി ശ്രദ്ധിക്കുക കേട്ടോ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കാം. നോക്കാം, the primary digits are the last 2 digits on the right hand side of a number. ഇതേ നമ്പർ തന്നെ ഈ നമ്പറിന്റെ ലാസ്റ്റത്തെ 2 ഡിജിറ്റുകൾ ഇതാണത് 5, 6 അല്ലെ? ലാസ്റ്റത്തെ 2 ഡിജിറ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് 2 digits on the right hand side. അപ്പൊ ഈ നമ്പറിന്റെ വലതുവശത്തുള്ള അവസാന 2 ഡിജിറ്റുകളാണ് ഇത് പ്രൈമറി ഡിജിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇതിന്റെ 5, 6ന്റെ മുകളിൽ പീന്ന് എഴുതിക്കോളൂ. ജസ്റ്റ് പീന്ന് എഴുതിക്കോളൂ. പീന്ന് വെച്ചാൽ എന്താണ്? പ്രൈമറി. ഓക്കെ, പീന്ന് വെച്ചാൽ പ്രൈമറി എന്നാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ പ്രൈമറി ഡിജിറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ലാസ്റ്റ് 2 digits on the right hand side of the number. കണ്ടോ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഏതാണത്? 5, 6 ആണ് അല്ലെ? അപ്പൊ അതിന്റെ മുകളിൽ പീന്ന് എഴുതി വെച്ചോളൂ പ്രൈമറി. ഓക്കെ, അടുത്തത് എന്താണ്? സെക്കൻഡറി ഡിജിറ്റ്സ് ആർ ദ മിഡിൽ ഡിജിറ്റ്. സെക്കൻഡറി ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ മിഡില് നടുക്ക് വരുന്ന ഡിജിറ്റ് ആണ്. അതായത് ഏതാണ്? 3, 4 അല്ലെ? നടുക്ക് വരുന്ന ഈ 2 ഡിജിറ്റ് ആണ് എന്ത്? സെക്കൻഡറി ഡിജിറ്റ്. അപ്പൊ അതിന്റെ മുകളിൽ നിങ്ങൾ എസ് എന്ന് എഴുതിക്കോളൂ. എസ് എന്ന് എഴുതിക്കോളൂ. എസ് ഫോർ സെക്കൻഡറി. ഓക്കെ, അടുത്തത് എന്താണ്? ടെർഷ്യറി ഡിജിറ്റ്സ് ആർ ദ ഫസ്റ്റ് 2 എന്നാണ് കേട്ടോ. ടോന്നാണ് എഴുതിയിരിക്കുന്നത്. 2 എന്നാണ് കേട്ടോ. TWO2 എന്നാണ്. ഓക്കെ, the tertiary digits are the first 2 on the left side of the number. ഈ നമ്പറിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ആദ്യം കാണുന്ന 2 ഡിജിറ്റ് ആണെന്ത്? ടെർഷ്യറി ഡിജിറ്റ്. അപ്പൊ അതിന്റെ മുകളിൽ നിങ്ങൾ ടി എന്ന് നോട്ട് ചെയ്യുക കേട്ടോ. ടി എന്ന് എഴുതി വെച്ചോളൂ. ഓക്കെ, എഴുതിയോ? ഇനി നിങ്ങൾക്ക് കിട്ടിയ ഓർഡർ ഒന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് ഏത് ഓർഡറിലാണ് കിട്ടിയത്? ഏത് ഓർഡറിലാണ് കിട്ടിയത്? ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് ഏത് ഓർഡറിലാണ് നിങ്ങൾക്ക് കിട്ടിയത്? ഏത് ഓർഡറിലാണ് കിട്ടിയത്? ഒന്ന് പറഞ്ഞേ. ആരും ഇല്ലേ ക്ലാസ്സില്? ജസ്റ്റ് ഒന്ന് റെസ്പോണ്ട് ചെയ്യുന്ന ഒരാൾക്ക് പോലും പറ്റില്ലേ? ഏത് ഓർഡറിലാണ് കിട്ടിയത്? ഏത് ഓർഡർ എന്ന് പറഞ്ഞതിന്റെ മുകളിൽ ഞാൻ ടിയും എസും ടിയും എഴുതാൻ പറഞ്ഞത്. ഏത് ഓർഡറിലാണ് കിട്ടിയത്? TSP അല്ലെ? അത് അവസാനം അതാണ് ഞാൻ ചോദിച്ചത്. ഏത് ഓർഡറിലാണ് നിങ്ങൾക്ക് കിട്ടിയത്? TSP എന്നുള്ളൊരു ഓർഡറിലാണ് കിട്ടിയത്. അത് നിങ്ങൾ നോട്ട് ചെയ്തത്. ഓക്കെ, TSP. ഓക്കെ, അപ്പൊ ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗിന്റെ ഫയലിംഗ് രീതി എന്താണ്? TSP. ആ ഒരു കോഡ് മാത്രം നിങ്ങൾ ഓർത്താൽ മതി. അതിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും.
TSP, അതായത് ലെഫ്റ്റ് ടു റൈറ്റിലോട്ട് TSP, അതായത് ആദ്യത്തെ ഡിജിറ്റ് എന്താണ്? ടെർഷ്യറി ഡിജിറ്റ്. രണ്ടാമത്തെ ഡിജിറ്റ് ഏതാണ്? സെക്കൻഡറി ഡിജിറ്റ്. ഫോർ സെക്കൻഡറി. അവസാനത്തെ രണ്ട് ഡിജിറ്റ് ഏതാണ്? പ്രൈമറി ഡിജിറ്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓർക്കാം ടെർമിനൽ ഡിജിറ്റ് ഫൈനലിന്റെ ഓർഡർ എന്താണ്? TSP ഓർഡർ ആണ് കേട്ടോ. അതായത് ആദ്യം രണ്ട് നിങ്ങൾക്കൊരു ചിലപ്പോ ഒരു പക്ഷെ ഒരു 6 അക്ക നമ്പർ തരും, എന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഈ ടെർമിനൽ ഡിജിറ്റ് ഫൈനലില് സെക്കൻഡറി ഡിജിറ്റ് ഇതിൽ ഏതാണെന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് കോഡ് അറിഞ്ഞ് എഴുതാൻ പറ്റില്ലേ? TSP എന്നാണ് ഓർഡർ അല്ലെ. ഇപ്പൊ സെക്കൻഡറി ഡിജിറ്റ് എന്ന് പറയുമ്പോൾ അടുത്ത് എടുക്കുന്നത് അറിഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് മനസ്സിലാക്കാം. ഓക്കെ, ക്ലിയർ ആണോ? ഇനി നോക്കുക കേട്ടോ. ഇൻ ദ ഫയൽ ദ സെക്കൻഡറി ഡിജിറ്റ്സ് ആൾട്ടേഴ്സ് വിത്ത് എവരി റെക്കോർഡ് കേട്ടോ. അപ്പൊ ഇവിടെ സെക്കൻഡറി ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതായിരുന്നു പറഞ്ഞ നടുക്കുള്ള ഡിജിറ്റ് ആണ് സെക്കൻഡറി ഡിജിറ്റ് അല്ലെ. ആ സെക്കൻഡറി ഡിജിറ്റിന്റെ രണ്ടാമത്തെ നമ്പർ ആണ് ഓരോ റെക്കോർഡിനും ചേഞ്ച് ചെയ്യുന്നത്. നിങ്ങൾ ഈ എക്സാമ്പിൾ നോക്കിയേ, 1 2 3 4 5 6 കണ്ട. ഇതിന്റെ ഫയൽ സെക്കൻഡറി ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? നടുക്കുള്ള ഡിജിറ്റ് ആണ് അല്ലെ. ഓക്കെ, സെക്കൻഡറി ഡിജിറ്റ് അല്ല, സെക്കൻഡറി ടെർഷ്യറി ഡിജിറ്റ് കേട്ടോ. സോറി മാറിപ്പോയതാണ്. ഇൻ ദ ഫയൽ ദ സെക്കൻഡ് ടെർഷ്യറി ഡിജിറ്റ് ആൾട്ടേഴ്സ് വിത്ത് എവരി റെക്കോർഡ്. ടെർഷ്യറി ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഫസ്റ്റത്തെ ഡിജിറ്റ് ആണ്. അതിന്റെ രണ്ടാമത്തെ നമ്പർ ആണ് ഓരോ ഇതിനകത്തും മാറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെ 1 2 2 ഇവിടേക്ക് വന്നപ്പോ 1 3 ആയില്ലേ? രണ്ടാമത്തെ ഡിജിറ്റ് അല്ലേ മാറിയത്? ഇവിടെ 2 ആയിരുന്നു, ഇങ്ങോട്ട് വന്നപ്പോ അത് 3 ആയി. ഇങ്ങോട്ട് വന്നപ്പോ 1 4 കണ്ടോ, രണ്ടാമത്തെ ഡിജിറ്റ് ആയി 4. ഇനി 1 5 കണ്ടോ. അപ്പോ സെക്കൻഡ് ടെർഷ്യറി ഡിജിറ്റിന്റെ രണ്ടാമത്തെ നമ്പർ ആണ് ഓരോ റെക്കോർഡിനകത്ത് മാറിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ. 1 2 ഇവിടെ 1 3 3 ആയി, പിന്നെ ഇവിടേക്ക് വന്നപ്പോ 4 ആയി, ഇവിടേക്ക് വന്നപ്പോ 5 ആയി. ക്ലിയർ ആയോ? മനസ്സിലായോ? ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് എന്താണ്? ഓക്കെ അല്ലേ? ആ കോഡ് പഠിച്ചാൽ മതി. TSP എന്ന് പറയുന്ന കോഡ് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യാണ്. എന്റെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം കേട്ടോ. അത്രയും ഭാഗങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ശരി, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സോട് കൂടി മിക്കവാറും നമുക്ക് തീർക്കാൻ പറ്റും ഉറപ്പില്ല. നമുക്ക് മാക്സിമം നോക്കാം കേട്ടോ. ചിലപ്പോ ഒരു 2 ക്ലാസ് വേണ്ടി വരെയായിരിക്കും മെഡിക്കൽ റെക്കോർഡ് കിട്ടാനായിട്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് 4th മൊഡ്യൂളിലേക്ക് കടക്കാം കേട്ടോ. 3rd മൊഡ്യൂളിൽ എനിക്ക് തന്ന ചാപ്റ്റേഴ്സുകൾ ഇതൊക്കെയായിരുന്നു. മെഡിക്കൽ റെക്കോർഡ് കഴിഞ്ഞാൽ 4th മൊഡ്യൂളിലേക്ക് ചാപ്റ്റേഴ്സിലേക്ക് കടക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇത്രയും ഭാഗങ്ങളൊക്കെ നല്ലപോലെ വായിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. താങ്ക് യു.